തുടങ്ങാം നമുക്ക്. ജിസി മാഡം തുടങ്ങാലോ. ഹലോ സർ, ഗുഡ് ഈവനിങ് സർ. തുടങ്ങാം സർ, തുടങ്ങാം. ഓക്കെ. അശോകൻ സർ. മിസ്, ഞാൻ ലൈനിലുണ്ട്. ഓക്കെ സർ. ഓക്കെ, അശോകൻ സാറ് തുടങ്ങട്ടെ. ഓക്കെ. എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം. ഈ വെബിനാർ എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് എംഡിറ്റിലെ ഇലക്ട്രിക്കൽ വിഭാഗവും ഫ്രണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫീക്ക് എന്ന സംഘടനയും ഒരുമിച്ച് സംയുക്തമായി നടത്തുന്ന ഒരു വെബിനാറാണ്. നമ്മൾ ധാരാളം വെബിനാറുകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വെബിനാർ KCBയുടെ സൗര പ്രോജക്റ്റിനെ കുറിച്ചാണ്. അതിൻ്റെ സ്റ്റാറ്റസ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസിനാണ് നമ്മൾ ഇന്ന് ഈ വെബിനാറിൽ കൂടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് റിസോഴ്സ് പേഴ്സണായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മധുലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വെബിനാർ ആരംഭിക്കുന്നതിന് മുമ്പ് എംഡിറ്റിനെ കുറിച്ചും ഫീക്ക് എന്ന സംഘടനയെ കുറിച്ചും ആമുഖമായി 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, which is the only self-financing engineering college under the cooperative sector in Kerala. And MDIT has got a group of institutions. There is MDIT Engineering College, and another institution is MDIT Polytechnic, and also it has got MDIT Arts and Science College. All are located in the Ulleri campus, which is around 20 kilometers from Kozhikode city. ഫീക്ക് എന്ന സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫീക്ക് ഫെഡറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ്, which is a collective friends of retired employees working for the cause of the welfare of the society, which is focusing on the electricity sector in particular. FEEC have so far conducted many programs which are useful to the electricity consumers, wiremen, contractors, and even to the public. The matters which has social relevance are the main subjects of FEEC's programs. FEEC also participate in the public hearings conducted by electricity regulatory commissions and submit their views before the honorable commissions. Presently, FEEC's president is K. Ashokan sir, who was a former member of Kerala State Electricity Board, and the convener is Sri Babu Rajendran, who is a former executive engineer in KCB. നമുക്ക് ഇന്നത്തെ വെബിനാർ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വെബിനാറിലെ റിസോഴ്സ് പേഴ്സൺസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ റിസോഴ്സ് പേഴ്സണെ നമ്മുടെ സദസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഇവിടെ ബോസ് ജേക്കബ്, ഫോർമർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഫോർമർ ഡെപ്യൂട്ടി സിഇ ബോസിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു ബോസ് ജേക്കബ്. ബഹുമാന്യരെ, താങ്ക് യു അശോകൻ സാർ. നമ്മുടെ ഇന്നത്തെ വെബിനാറിൻ്റെ വിഷയം KCB സൗര പ്രോജക്റ്റ് പ്രസന്റ് സ്റ്റാറ്റസ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം ആകെ ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനം റിന്യൂവബിൾ സോഴ്സസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആഗോളതാപനത്തെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാമ്പ്രദായിക വൈദ്യുത ഉൽപ്പാദനങ്ങളിൽ നിന്നും റിന്യൂവബിൾ സോഴ്സസിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 4 ലക്ഷത്തോളം മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ളതിൽ
1,00,000 മെഗാവാട്ടിൽ താഴെ മാത്രമാണ് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 2030 ആകുമ്പോഴേക്കും 4,75,000 മെഗാവാട്ടിലേക്ക് ഉൽപ്പാദന ശേഷി ഉയർത്തുവാനുള്ള ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത്. കേരളത്തിലും ഇതുപോലെ തന്നെ നമ്മൾ റിന്യൂവബിൾ സോഴ്സസിൽ നിന്നുള്ള ഉൽപ്പാദനത്തിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട സൗരോർജമാണ്. 2022 1000 മെഗാവാട്ട് സൗരവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വച്ചിട്ടാണ് കേരളത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പല തരത്തിലുള്ള വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിൽ പ്രതിപാദ്യ വിഷയമാകും. ഇന്നിപ്പം ഇതിൽ പങ്കെടുക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി, സ്റ്റുഡൻസ്, ഫീക്കിൻ്റെ മെമ്പേഴ്സ്, അതായത് KCBയുടെ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ഓഫീസർമാരും ജീവനക്കാരും, അതുപോലെ തന്നെ KCBയിലെ ഓഫീസർമാരും ജീവനക്കാരും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇന്നത്തെ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് സൗര പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് മാനേജറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ആയ ശ്രീ ജെ മധുലാലാണ്. മധുലാൽ KCBയിൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ വിവിധ മേഖലയിൽ 25 വർഷത്തോളമുള്ള പ്രവർത്തന പരിചയമുണ്ട്. വിവിധ വിഷയങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു ആളാണ് ശ്രീ മധുലാൽ. അദ്ദേഹം ഇപ്പോൾ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഏകദേശം അദ്ദേഹം ഒരു 40 മിനിറ്റ് ഏകദേശം സമയമെടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇത് സംബന്ധിച്ച് നമുക്ക് വിവിധ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടായിട്ട് കുറച്ച് സമയം നമുക്ക് ഉപയോഗിക്കാം. 8 മണിയോടെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സൗര ടീം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. KCB സൗര ടീമിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമതി സജിത കുമാരിയുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ദീപ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ശ്രീ നന്ദകുമാർ. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ മധുലാലിനെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് മധുലാൽ. ഇത് ഇവിടെ KCBയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ ശ്രീ കുമാരനും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ടി ആയിട്ടുള്ള ഡെപ്യൂട്ടി ലീലാമ അശോക് സാറ് പറയുന്നത് കേൾക്കാൻ വയ്യ, മ്യൂട്ടായി പോയി സാറ്. ഔട്ടായോ? അശോകൻ സർ, കുമാരൻ, അശോക് സാറിനെ കുമാരൻ, കുമാരൻ സാറിനെ നമസ്കാരം സാർ. സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അശോക് സാർ ഇപ്പൊ ഒന്ന് സംസാരിച്ച് കുമാരൻ സാർ ഇതിനകത്ത് പങ്കെടുക്കുന്നവരും പ്രത്യേകം ഓർത്തില്ല. കുമാരൻ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. KCBയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ കുമാരൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഡയറക്ടർ ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമതി ലീലാമ്മയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഗ്രീസിലെ ഡെപ്യൂട്ടി സി സജിതയുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കുമാരൻ, അശോക് സാറ് തുടങ്ങട്ടെ. സാറ് വിട്ടുപോയി തോന്നുന്നു. കണക്ടിവിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തുടങ്ങാൻ തോന്നുന്നു അല്ലേ അശോക് സാർ? ശരി, അപ്പൊ മധുലാൽ തുടങ്ങാം. ഓക്കെ. എന്റെ സ്ക്രീൻ കാണാമോ? നേരത്തെ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന എം ദാസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇതിനെല്ലാം രണ്ട് സ്ഥാപനങ്ങളൊക്കെ നയിക്കുന്ന ഡയറക്ടർമാരായിട്ടുള്ള അശോകൻ സാർ, അശോകൻ സാറുണ്ട്, കോഴിക്കോട് കെ അശോകൻ സാറുണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ കുമാരൻ സാർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ ലീലാമ്മ ഉണ്ട്, സജിത കുമാരി ഉണ്ട്, അതുപോലെ തന്നെ സൗര പ്രോജക്റ്റിലെ ദീപ നന്ദകുമാർ, അതുപോലെ അയ്യൂബിനെ ഞാൻ അറിയിച്ചിരുന്നു. കോഴിക്കോട് പ്രോജക്റ്റ് മാനേജർ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെ സൗരയുടെ മുഴുവൻ ടീമും ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിനായി ഇവിടെ ഉണ്ട്. KCBയിൽ നടപ്പാക്കുന്ന സൗര പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള ഊർജ കേരള മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സൗര പദ്ധതി. 1000 മെഗാവാട്ട് സോളാർ എനർജി ജനറേഷൻ, ഇതാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഊർജ കേരള മിഷനിൽ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് വിപുലീകരിക്കുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇടതടവില്ലാതെ വൈദ്യുതി കൊണ്ടുപോകുന്നതിനായി അതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ദ്യുതി, അതുപോലെ തന്നെ എനർജി കൺസർവേഷന് വേണ്ടി ഫിലമെന്റ് ഫ്രീ കേരള, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി EC തുടങ്ങിയ പദ്ധതികളുമുണ്ട്. സോളാർ ജനറേഷൻ കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സൗര വിഭാവനം ചെയ്തത്. 500 മെഗാവാട്ട് റൂഫ് ടോപ്പ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് ഇതിൽ ലക്ഷ്യമിടുന്നത്. 200 മെഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ്, മറ്റൊരു 300 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക്, കനാൽ ടോപ്പ് എന്നിവയിൽ നിന്നും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം റൂഫ് ടോപ്പിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് മൗണ്ടിലും എല്ലാം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സോളാർ കപ്പാസിറ്റിയാണ് ഈ കാണിക്കുന്നത്. KCBയുടെ റൂഫ് ടോപ്പ് 2.78 ഉണ്ട്. അതുപോലെ KCBയുടെ ഗ്രൗണ്ട് മൗണ്ടഡ് 14.22, KCB ഫ്ലോട്ടിംഗ് 0.51 മെഗാവാട്ട്, പ്രൈവറ്റ് ഗ്രൗണ്ട് മൗണ്ടഡ് ഒരു 2 മെഗാവാട്ടിന്റെ ഉണ്ട്. സോളാർ പാർക്ക് 100 മെഗാവാട്ടിന്റെ സോളാർ പാർക്ക് ഉണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് അത് ഉള്ളത്. അതുപോലെ തന്നെ ക്യാപ്റ്റീവ് ഗ്രൗണ്ട് മൗണ്ടഡ് മറ്റൊരു 48.81 അതുണ്ട്. റൂഫ് ടോപ്പ് നെറ്റ് മീറ്റർ അതിൽ 142.38 ഉണ്ട്. അത് സൗരയുടെ അടക്കം വരുന്നതാണ്. അങ്ങനെ 310 മെഗാവാട്ടാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ കേരളത്തിലെ സോളാർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 310 മെഗാവാട്ട്. ഇതുകൂടാതെ അത് 310 ടോട്ടൽ. ഈ ഗ്രൗണ്ട് മൗണ്ടഡിൽ ഞാൻ ആദ്യം കാണിച്ച 200 മെഗാവാട്ടിന്റെ ഗ്രൗണ്ട് മൗണ്ടഡിൽ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും നിന്ന് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ വളരെ റീസെന്റ് ആയിട്ട് 2 PPA-ക്ക് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ അടക്കം അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് NTPC ഒരു 90 മെഗാവാട്ടും
ടാറ്റ പവറിൽ നിന്നൊരു 110 മെഗാവാട്ടും കൂടെ ലഭ്യമാക്കാനാണത് ഉത്തരവായിരിക്കുന്നത്. 2 രൂപ 97 പൈസ, ഒരു യൂണിറ്റിന് 2 രൂപ 97 പൈസ നിരക്കിലാണ് ആ വൈദ്യുതി വാങ്ങുന്നത്. അത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഒരു പുതിയ നിബന്ധന, ഒരു പുതിയ കൺസെഷൻ തന്നതുകൂടി, ആനുകൂല്യം തന്നതുകൂടി നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതായത് 2023 വരെ കമ്മീഷൻ ചെയ്യുന്ന സോളാർ പ്ലാന്റുകളിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിന് ട്രാൻസ്മിഷൻ ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ കേരളത്തിന് ലഭിക്കുന്നതാണ്. കോളേജിലെ കുട്ടികൾ കൂടി പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ചില ബേസിക് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. 1 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏരിയ 100 സ്ക്വയർ ഫീറ്റ് ആണ്. അത് ഷെയ്ഡ് ഫ്രീ ഏരിയ ആയിരിക്കും. രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നിഴലടിക്കാതെ കിട്ടുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് വേണ്ടത്, അല്ലെങ്കിൽ 10 സ്ക്വയർ മീറ്റർ. 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള റേറ്റ് 55,000 രൂപ. അതിൽ 45,000 മുതൽ 60,000 വരെ. ഞാനൊരു ആവറേജ് കോസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് പുറത്ത് പ്രൈവറ്റിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതിന്റെ കമ്പനി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽ ഉപയോഗിച്ചിട്ടുണ്ടല്ല, അതിന്റെ റേറ്റ് വ്യത്യാസപ്പെടും. ശരാശരി ഒരു 55,000 രൂപ എന്ന് കിട്ടും. നല്ല വെയിലുള്ള ദിവസം, സണ്ണി ഡേയ്സിൽ 1 കിലോവാട്ട് പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് 4 യൂണിറ്റ് ആണ്. ഇതാണ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 1 കിലോവാട്ട് പ്ലാന്റിന്റെ ഈ ബേസിക് വെച്ചിട്ട് നമുക്ക് എത്ര ശേഷിയുള്ള പ്ലാന്റിന്റെയും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിവ് ചെയ്യാൻ സാധിക്കും. എത്ര രൂപയാകും, അല്ലെങ്കിൽ എത്ര ഏരിയ വേണം, എത്ര യൂണിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് ഈ ബേസിക് ഡാറ്റ വെച്ച് നമുക്ക് അറിവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷനുണ്ട്. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ഈ പ്ലാന്റുകൾ നമുക്ക് KSEBയുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. 1 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റുകൾ വരെ നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ അനുസരിച്ച് ഇപ്പോൾ KSEBയുടെ ഗ്രിഡിലേക്ക് ഘടിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു നിബന്ധന, സോളാർ പ്ലാന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കൺസ്യൂമറുടെ കണക്ട് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് ഏതാണോ ബാധകം അതിന് തുല്യമായിരിക്കണം. 50 കിലോവാട്ടാണ് കണക്ട് ലോഡെങ്കിൽ 50 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റുകൾ വരെ സ്ഥാപിക്കുവാൻ സാധിക്കും. അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കണക്ട് ലോഡിനേക്കാൾ കൂടുവാൻ പാടില്ല. അങ്ങനെ ആ ഒരു നിബന്ധന വെക്കുവാനുള്ള ഒരു കാരണം, ആ ഉപഭോക്താവിന് ആവശ്യമായ വൈദ്യുതി മാത്രം അവിടെ ഉൽപ്പാദിപ്പിക്കുക എന്ന് കണ്ടുകൊണ്ടാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ, ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആ നിബന്ധനയിൽ ഒരു ചെറിയ ഇളവുണ്ട്. കണക്ട് ലോഡ് എത്രയാണ് എന്ന് പരിഗണിക്കാതെ തന്നെ 20 കിലോവാട്ട് വരെ ശേഷിയുള്ള പ്ലാന്റുകൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു ഗാർഹിക ഉപഭോക്താവിന്റെ കണക്ട് ലോഡ് 5 കിലോവാട്ട് ആണെങ്കിലും ആ ഗാർഹിക ഉപഭോക്താവിന് 20 കിലോവാട്ട് വരെ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിലേക്ക് എത്ര വരെ സോളാർ പ്ലാന്റുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കും? ഇതിനു മുമ്പുണ്ടായിരുന്ന റെഗുലേഷൻ അനുസരിച്ച് ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിയുടെ 15% മാത്രമാണ് നമുക്ക് ഘടിപ്പിക്കുവാൻ സാധിച്ചിരുന്നത്. പുതിയ റെഗുലേഷൻ പ്രകാരം, നിലവിലുള്ള റെഗുലേഷൻ പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിന്റെ 75% വരെ സോളാർ പ്ലാന്റുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ഫീഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ആകെ ആ ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റിയുടെ 75% വരെ ഇപ്പോൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും. ഇത് KSEB കൂടെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നടപ്പാക്കിയതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വലിയ തോതിൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സാധ്യതയാണ്, അവസരമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇനി നെറ്റ് മീറ്ററിംഗ് എന്താണ്? ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു മെക്കാനിസമാണ് നെറ്റ് മീറ്റർ. അധികമായി വൈദ്യുതി ഉണ്ടെങ്കിൽ
അത് ഗ്രിഡിലേക്ക് നൽകുവാനും സാധിക്കും. ഒരു ഉദാഹരണം, ഉപഭോക്താവിന്റെ കൺസംഷൻ 1000 യൂണിറ്റ് ആണെന്നിരിക്കട്ടെ. അവിടെ സോളാർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 500 യൂണിറ്റ്. അപ്പൊ 1000 യൂണിറ്റിൽ 500 യൂണിറ്റ് അദ്ദേഹം സ്വയം ഉൽപ്പാദിപ്പിച്ചു, കൺസ്യൂമർ സ്വയം ഉൽപ്പാദിപ്പിച്ചു. ബാലൻസ് വരുന്ന 500 യൂണിറ്റ് ഗ്രിഡിൽ നിന്ന് എടുക്കാൻ സാധിക്കും, KCBയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ആ 500 യൂണിറ്റിന് മാത്രമായിരിക്കും ബില്ല് ചെയ്യുക. 1000 യൂണിറ്റ് ഉപയോഗിച്ച ഒരു ഉപഭോക്താവിന് KCBയുടെ ഗ്രിഡിൽ നിന്ന് എടുത്ത 500 യൂണിറ്റിന് മാത്രമായിരിക്കും ബില്ല് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ഗ്രീൻ കളറിൽ കൺസംഷൻ 1000 യൂണിറ്റ് തന്നെയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ 1500 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. മിച്ചം വന്ന 500 യൂണിറ്റ് ഗ്രിഡിലേക്ക് കൊടുത്തു. അങ്ങനെ ഗ്രിഡിലേക്ക് അധികമായി പമ്പ് ചെയ്യുന്ന എനർജിക്ക് ഒരു യൂണിറ്റിന് 2 രൂപ 94 പൈസ എന്ന നിരക്കിൽ KCBയിൽ നിന്ന് പണം കിട്ടുന്നതാണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഇത് റെഗുലേറ്ററി കമ്മീഷൻ കാലാകാലങ്ങളിൽ ഈ നിരക്ക് പുതുക്കി നിശ്ചയിക്കുന്നതാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ ശരാശരി നിരക്ക് എന്നുള്ള നിലയിലാണ് ഈ നിരക്ക് എടുക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവെ ഇപ്പോൾ നെറ്റ് മീറ്റർ ഗ്രിഡ് കണക്റ്റഡ് സോളാർ പ്ലാന്റുകളിൽ ബാറ്ററി സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KCBയുടെ ഗ്രിഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഉപഭോക്താവ് പകൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, പകൽ തന്നെ അത് ഉപഭോഗം നടക്കുന്നുണ്ടെങ്കിൽ ഗ്രിഡിലേക്ക് പോകുന്നില്ല. എന്നാൽ ഉപഭോക്താവിന്റെ ഉപഭോഗം എന്നത് രാത്രിയാണെങ്കിൽ ഈ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് പോവുകയും ഗ്രിഡിൽ സ്റ്റോർ ചെയ്യുകയും രാത്രി തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ബാറ്ററിക്ക് പകരം ഗ്രിഡ് തന്നെ നമ്മുടെ ഒരു സ്റ്റോറേജ് മെക്കാനിസമായി, സംവിധാനമായി ഇതിൽ മാറുന്നുണ്ട്. ഇതിന്റെ ജനറൽ കാര്യങ്ങളാണ്. ഇനി സൗരയിലേക്ക് വരാം. സൗരയുടെ ഫേസ് 1ൽ 3 മോഡലുകളാണ് KCB കൊണ്ടുവന്നത്. ഈ കേരളത്തിലെ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി, KCB തന്നെ ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആണ് ഈ മോഡലുകൾ സൗരയിൽ ഡിക്ലെയർ ചെയ്തത്. അതിൽ 3 മോഡലുകളാണുള്ളത്. മോഡൽ 1, മോഡൽ 2, മോഡൽ 3. ഇതിൽ മോഡൽ 1ലും 2ലും റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള മുതൽ മുടക്ക് നടത്തുന്നത് KCB തന്നെയാണ്. ഒരു ഉപഭോക്താവിന് ആവശ്യമായ റൂഫ് ടോപ്പ് ഉണ്ട്, സോളാർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്, എന്നാൽ പണം മുടക്കാൻ തയ്യാറില്ല. ആ ഉപഭോക്താക്കൾക്ക് ഈ മോഡൽ 1ഉം മോഡൽ 2ഉം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ മോഡലിൽ KCB തന്നെ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 10% ഉപഭോക്താവിന് റൂഫ് ടോപ്പിന്റെ റെന്റ് എന്നുള്ള നിലയിൽ നൽകും. രണ്ടാമത്തെ മോഡലും സമാനമാണ്. KCB തന്നെ പണം മുടക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു നിശ്ചിത നിരക്കിൽ ഉപഭോക്താവിന് 25 വർഷത്തേക്ക് നൽകും. ആ നിശ്ചിത നിരക്ക് എന്നുള്ളത് നിലവിലുള്ള താരിഫിനേക്കാൾ, പ്രിവൈലിംഗ് താരിഫിനേക്കാൾ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവിന്റെ നിലവിലുള്ള താരിഫ് 7 രൂപയാണെന്നിരിക്കട്ടെ. ആ ഉപഭോക്താവിന്റെ റൂഫ് ടോപ്പിൽ KCB പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ, മോഡൽ 1ൽ 10% മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിൽ രണ്ടാമത്തെ മോഡൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ ആ ഉപഭോക്താവിന് ലഭിക്കും. ആ 7 രൂപയാണ് പ്രിവൈലിംഗ് താരിഫ് എങ്കിൽ ഈ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അതിൽ കുറഞ്ഞൊരു റേറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് പ്രിവൈലിംഗ് താരിഫ് 7 രൂപയാണെങ്കിൽ ഇത് 6 രൂപയ്ക്ക് അല്ലെങ്കിൽ 5 രൂപ 50 പൈസയ്ക്ക് ലഭിക്കും. ഈ പ്ലാന്റിൽ നിന്ന് ആ ഉപഭോക്താവിന് ആവശ്യമായ വൈദ്യുതി മുഴുവൻ ലഭ്യമല്ലെങ്കിൽ ബാക്കി വൈദ്യുതി ഗ്രിഡിൽ നിന്ന് പ്രിവൈലിംഗ് താരിഫിൽ എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ മോഡലിൽ സാധാരണ മോഡലാണ്. ഉപഭോക്താക്കൾ ഇപ്പോൾ സാധാരണ സ്ഥാപിക്കുന്നത് പോലെ തന്നെ ഉപഭോക്താവ് പൂർണ്ണമായും പണം മുടക്കുന്നു, പ്ലാന്റ് സ്ഥാപിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും ഉപഭോക്താവിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നു. മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 രൂപ 94 പൈസയ്ക്ക്
അത് നൽകുന്നു. ഇതിന്റെ ഒരു സ്റ്റാറ്റസ് ആണ് ഇനി പറയാൻ പോകുന്നത്. KSEB ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യപ്പോൾ 2,78,000 അപേക്ഷകരാണ് ഇതിലേക്ക് വന്നത്. അപേക്ഷിച്ച മുഴുവൻ അപേക്ഷകരുടെയും വീടുകളിൽ KSEBയുടെ പരിശീലനം ലഭിച്ച സോളാർ കോർഡിനേറ്റർമാർ പോവുകയും ആ പുരപ്പുറങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ 5 കാറ്റഗറികളായി തരംതിരിച്ചു. ഏറ്റവും അനുയോജ്യമെന്ന് കണ്ട 43,000 പുരപ്പുറങ്ങളാണ് ഏറ്റവും അനുയോജ്യമായി കണ്ടെത്തിയത്. അതിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി 200 മെഗാവാട്ടിന്റെ ഒരു ടെൻഡർ വിളിച്ചു. അതിൽ 50 മെഗാവാട്ട് ആയിരുന്നു EPC ടെൻഡർ. 50 മെഗാവാട്ടിൽ 46.5 മെഗാവാട്ട് താഴത്ത് ചുവന്ന കളറിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് ടെൻഡറിൽ അവാർഡ് ചെയ്യപ്പെട്ടത്. ടാറ്റയ്ക്ക് 35 മെഗാവാട്ട്, ഇൻഗൽ 5 മെഗാവാട്ട്, വാരി 6.5 മെഗാവാട്ട്. ഇന്ത്യയിൽ തന്നെ വളരെ പ്രമുഖരായ സോളാർ ഇൻസ്റ്റലേഷനിൽ പ്രമുഖരായ കമ്പനികളാണ് ഇത് 3 കാറ്റഗറികളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് 10 കിലോവാട്ടിൽ താഴെയുള്ള പ്ലാന്റുകൾ, 11 മുതൽ 100 കിലോവാട്ട് വരെ ശേഷി ഉള്ള പ്ലാന്റുകൾ, 100 കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള പ്ലാന്റുകൾ. ഇങ്ങനെ 3ആയി തരംതിരിച്ചിട്ടാണ് ഇത് ടെൻഡർ ചെയ്തത്. കാരണം 3നും 3 റേറ്റാണ്. ഈ 46.5 മെഗാവാട്ട് ഈ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്ത് ലഭിച്ചപ്പോൾ ഇതുവരെ വർക്ക് ഓർഡർ നൽകിയത് ടാറ്റയ്ക്ക് 35 മെഗാവാട്ടിൽ 20 മെഗാവാട്ടിനും വർക്ക് ഓർഡർ നൽകി കഴിഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഗൽ 5 മെഗാവാട്ടാണ് 1.822 വർക്ക് നൽകി കഴിഞ്ഞു. ഇൻഗലിന്റെ തുടക്കത്തിലുള്ള വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് അവർക്ക് തുടർന്ന് നൽകാതിരുന്നത്. വാരി 6.5 മെഗാവാട്ട്, 10 കിലോവാട്ടിൽ താഴെ മാത്രമാണ് ആ കമ്പനി കോട്ട് ചെയ്തിരുന്നത്. അവർക്ക് 3.114 മെഗാവാട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 46.5ൽ 24.963 മെഗാവാട്ട് അല്ലെങ്കിൽ 25 മെഗാവാട്ടും ഇപ്പോൾ വർക്ക് ഓർഡർ നൽകി കഴിഞ്ഞു. അതിന്റെ പണികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിന്റെ പ്രസന്റ് സ്റ്റാറ്റസ്. ഫേസ് 1ന്റെ 24.963 മെഗാവാട്ട്, 2,500 സൈറ്റുകളിലായി ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ പണികൾ വിവിധ സ്റ്റേജുകൾ, വിവിധ ഘട്ടങ്ങളിലായി നിലനിൽക്കുന്നത്. അതിൽ തന്നെ 3.15 കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു 535 സൈറ്റുകളിലായി. കംപ്ലീറ്റ് ചെയ്ത് 8 മെഗാവാട്ട്, 1,050 സൈറ്റുകളിലായി 8 മെഗാവാട്ട് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കമ്മീഷൻ സ്റ്റാറ്റസിലേക്ക് വരാത്തത് അതിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ മാത്രമേ അത് കമ്മീഷൻ സ്റ്റാറ്റസിലേക്ക് വരൂ എന്നുള്ളതാണ് അതങ്ങനെ കാണുന്നത്. 8 മെഗാവാട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 കൊണ്ട് ഈ ഫേസ് 1 പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2020 മാർച്ചിൽ കോവിഡിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഈ വർക്കുകൾ ഇവിടെ തുടങ്ങിയത്. അപ്പൊ അത് ഈ വർക്കിന്റെ പുരോഗതിയെ കുറെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ 8 മെഗാവാട്ട് പൂർത്തീകരിക്കാനും 24 മെഗാവാട്ടിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യുവാനും സാധിച്ചിട്ടുള്ളത്. കോവിഡ് മൂലം ചൈനയിൽ നിന്ന് മോഡ്യൂളുകൾ ലഭ്യമാവാത്തതും ഇന്ത്യ ചൈന ബന്ധം ഈ പീരീഡിൽ വഷളായതും ഈ പ്രോജക്റ്റിനെ കുറെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കോട്ട് ചെയ്ത ടാറ്റ, അവർക്ക് ചൈനയിൽ കമ്പനിയുണ്ട്. അവിടെ നിന്ന് മോഡ്യൂളുകൾ ഇന്ത്യയിൽ എത്തിച്ച് ചെയ്യുന്ന വിധത്തിലാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ഈ 2 കാരണങ്ങളാൽ അവിടുന്ന് മോഡ്യൂൾ ലഭ്യമാവാത്ത വന്നതിനാൽ പിന്നെ അവർ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന്, ഇന്ത്യയുടെ തന്നെ ടാറ്റയുടെ ഫാക്ടറികളിൽ നിന്നാണ് ഇപ്പോൾ അത് കിട്ടുന്നത്. എന്നാൽ ടാറ്റ ഇന്ത്യ മുഴുവൻ ഈ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതിനാവശ്യമായ മുഴുവൻ മോഡ്യൂളുകളും ഇന്ത്യയിലെ കമ്പനികളുടെ നിലവിലുള്ള കപ്പാസിറ്റി വെച്ച് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന്റെയാണ്. 35 മെഗാവാട്ടാണ് ഇനിഷ്യലി ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സർവേ ചെയ്തത്. അതിൽ 388 സർക്കാർ സ്ഥാപനങ്ങളിലായി 9 മെഗാവാട്ടിന്റെ EPC ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
1.9 മെഗാവാട്ട് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സൗര ഫേസ് 1-ൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഒന്ന് കോവിഡാണ്, മോഡ്യൂൾ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ വന്നു, ഇൻകലിന്റെ സ്ലോ പ്രോഗ്രസ് ആയിരുന്നു, ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഫേസ് 2 ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. KSEB ഫേസ് 1 ആരംഭിച്ചതിന് ശേഷം MNRE മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഗാർഹിക ഉപഭോക്താക്കൾക്കായുള്ള സബ്സിഡി പ്രോഗ്രാം. ഈ സബ്സിഡി പ്രോഗ്രാമിന്റെ പ്രത്യേകത, MNRE ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അതത് സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റികളെയാണ്. അതിനു മുൻപ് വിവിധ സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് നോഡൽ ഏജൻസികളെയാണ്, നമ്മുടെ കേരളത്തിലെ അനർട്ട് പോലെയുള്ള സ്റ്റേറ്റ് നോഡൽ ഏജൻസികളെ കൊണ്ടാണ് ഈ ജോലികൾ ചെയ്യിച്ചിരുന്നത്. എന്നാൽ MNREയുടെ സബ്സിഡി പ്രോഗ്രാം അത് ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റികളാണ് അതിന്റെ ഒരു നോഡൽ ഏജൻസികളായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ യൂട്ടിലിറ്റികളും ഇത് ചെയ്യുന്ന ഏജൻസികളായി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ MNRE ഇത് മാൻഡേറ്ററി ആയിട്ട് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് KSEB സൗര പദ്ധതിയുടെ ഭാഗമായി, കേരള സർക്കാർ പ്രഖ്യാപിച്ച സൗര പദ്ധതിയുടെ ഭാഗമായി ഒരു യൂട്ടിലിറ്റി എന്നുള്ള നിലയിൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് ഇന്ത്യയിൽ ആദ്യമായിരുന്നു. ഏതെങ്കിലും ഒരു യൂട്ടിലിറ്റി നേരിട്ട് അങ്ങനെ കടന്നു വരുന്നത് ആദ്യമായിരുന്നു. അത് കേരളം ഒരു മാതൃക മുന്നോട്ട് വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഗാർഹിക ഉപഭോക്താക്കൾക്കായുള്ള ഈ സബ്സിഡി പ്രോഗ്രാമിന്റെ പ്രത്യേകത, 3 കിലോവാട്ട് വരെ ശേഷിയുള്ള പ്ലാന്റുകൾക്ക് 40% സബ്സിഡി ലഭ്യമാകും. MNRE നിശ്ചയിച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് കോസ്റ്റിന്റെ 40% സബ്സിഡി ലഭ്യമാകും. പ്ലാന്റിന്റെ കപ്പാസിറ്റി 3 കിലോവാട്ടിന് മുകളിൽ 10 കിലോവാട്ട് വരെയാണെങ്കിൽ ആദ്യത്തെ 3 കിലോവാട്ടിൽ 40% എന്നുള്ള നിലയിലും 3 മുതൽ 10 വരെയുള്ള റേഞ്ചിൽ 20% എന്നുള്ള നിലയിലും സബ്സിഡി ലഭിക്കും. 10 കിലോവാട്ട് വരെ മാത്രമാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇതിന് സബ്സിഡി ലഭ്യമാകുക. എന്നാൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് 10 കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള പ്ലാന്റ് വെക്കണമെങ്കിൽ തടസ്സമില്ല. പക്ഷെ സബ്സിഡി ലഭിക്കുന്നത് 10 കിലോവാട്ടിൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് അതിന്റെ ഒരു നിബന്ധന. ഈ 10 കിലോവാട്ട് വരെ ആണെങ്കിലും ഈ ഗാർഹിക സമുച്ചയങ്ങൾ, ഫ്ലാറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ 500 കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാം. അതിന് 20% സബ്സിഡി ലഭ്യമാകും. അപ്പോൾ ഒറ്റതിരിഞ്ഞുള്ള വീടുകളിൽ 10 കിലോവാട്ട് വരെയാണ് സബ്സിഡി ലഭിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റുകൾ, ഗാർഹിക സമുച്ചയങ്ങൾ, ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ 500 കിലോവാട്ട് വരെ, ഒന്നിച്ച് കോമൺ ആവശ്യത്തിന് വേണ്ടി 500 കിലോവാട്ട് വരെ പ്ലാന്റുകൾ 20% സബ്സിഡി നിരക്കിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. 2019 MNRE ഗൈഡ് ലൈൻ ഇതിനകത്ത് പുറപ്പെടുവിച്ചത്. 2019-20 വർഷത്തേക്ക് 50 മെഗാവാട്ടിന്റെ അലോക്കേഷൻ കേരളത്തിന് ലഭ്യമാകുകയുണ്ടായി. കേരളം ജനുവരി 2020 ഒരു കേരള മോഡൽ അത് രൂപീകരിച്ചു. തുടർന്ന് MNRE 2020-21 20 മെഗാവാട്ട് കൂടെ കേരളത്തിന് അനുവദിച്ചു വരികയുണ്ടായി. ഈ പദ്ധതിയിൽ MNREയുടെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലും കേരളം ഒരു പുതുമ കാണിച്ചു. ആ പുതുമ ഇതാണ്, ഈ സബ്സിഡി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തിരിച്ചുവിടുന്നതിന് വേണ്ടി. അതായത് 60%, ഒരു 2 കിലോവാട്ടിന്റെ പ്ലാന്റ് വെക്കണമെങ്കിൽ 60% ഒരു ഉപഭോക്താവ് മുടക്കിയാൽ മാത്രമേ 40% സബ്സിഡി കിട്ടുകയുള്ളൂ. അത് മുടക്കാൻ ശേഷിയില്ലാത്ത ഏതെങ്കിലും ഉപഭോക്താക്കൾക്ക് ഫലത്തിൽ ആ നിലയിൽ പോയാൽ സബ്സിഡി ലഭിക്കുകയില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കേരളം MNREയുടെ അപ്രൂവലോടുകൂടി പുതിയൊരു മോഡൽ അവതരിപ്പിച്ചത്. ആ മോഡലിന്റെ പ്രത്യേകതകൾ ചുവടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നു. മന്ത്ലി ഉപഭോഗം 120 യൂണിറ്റ് വരെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക്
പ്ലാന്റ് കോസ്റ്റിന്റെ 12%, നാലാമത്തെ കോളം കൺസ്യൂമർ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് 12% തുക മുടക്കിയാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 25% ലഭ്യമാണ്. മന്ത്ലി ഉപഭോഗം 150 യൂണിറ്റ് വരെയാണെങ്കിൽ പ്ലാന്റ് കോസ്റ്റിന്റെ 20% മുടക്കിയാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 40% ലഭ്യമാണ്. മന്ത്ലി ഉപഭോഗം 200 യൂണിറ്റ് വരെയാണെങ്കിൽ പ്ലാന്റ് കോസ്റ്റിന് 25% മുടക്കിയാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% ലഭിക്കും. ഇതിലൊരു ഉപഭോക്താവിന്റെ മന്ത്ലി കൺസംഷൻ 120 യൂണിറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത 2 മോഡലിനും കൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. മന്ത്ലി ഉപഭോഗം 120 യൂണിറ്റ് ആണ്, എന്നാൽ 25% പണം മുടക്കാൻ തയ്യാറാണ്. അത് അദ്ദേഹത്തിന് അത് മുടക്കി 50% വൈദ്യുതി എടുക്കാവുന്നതാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ 2020 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. ഇതുവരെ 21,000 കൺസ്യൂമേഴ്സ് അപേക്ഷ നൽകിയിട്ടുണ്ട്. 71 മെഗാവാട്ട്. അത് കേരള മോഡലിൽ 7,136 ഉപഭോക്താക്കളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 18.8 മെഗാവാട്ടിന്. കൺസ്യൂമർ സ്വയം പണം മുടക്കുന്ന മോഡലിൽ 13,848 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 52 മെഗാവാട്ട്. പ്ലാന്റ് കപ്പാസിറ്റിയുടെ വിശദവിവരങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. 2 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റിന് വേണ്ടി 4,694 അപേക്ഷകരുണ്ട്. 3 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റിന് വേണ്ടി 12,111 അപേക്ഷകരുണ്ട്. 4 മുതൽ 10 വരെയുള്ള ശേഷിയിൽ 4,115 അപേക്ഷകരും 11 മുകളിൽ 100 കിലോവാട്ട് വരെ 64 അപേക്ഷകരുമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോഴാണ് MNREയുടെ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് റിവൈസ് ചെയ്തത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. വീണ്ടും 9/2020 ടെൻഡർ വിളിച്ചു. എംപാനൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള 3 ഡെവലപ്പേഴ്സിനെ എംപാനൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അപേക്ഷകർക്ക് നൽകാൻ ആവശ്യമായ നിലയിൽ നമുക്ക് ഡെവലപ്പേഴ്സിനെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഇടയ്ക്ക് വന്നൊരു ക്രൈസിസ്. ഞാൻ പറഞ്ഞു, ഒരു ടെൻഡർ ക്യാൻസൽ ചെയ്തു. അത് MNREയുടെ ബെഞ്ച് മാർക്ക് കോസ്റ്റ് വലിയ നിലയിൽ താഴത്തേക്ക് പോയി. ആദ്യം കാണിച്ചിട്ടുണ്ട് 2019-20 അപ് ടു മേളിലെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. 10 കിലോവാട്ട് വരെ MNREയുടെ ബെഞ്ച് മാർക്ക് കോസ്റ്റ് 54,000 രൂപയായിരുന്നു. 10 കിലോവാട്ട് വരെ. എന്നാൽ അത് 2020-21 പറഞ്ഞ് രണ്ടാമത് കാണിച്ചിരിക്കുന്ന പട്ടികയിൽ 1 കിലോവാട്ടിന് 47,000 രൂപ, 1 മുതൽ 2 കിലോവാട്ടിന് 43,000 രൂപ, 2 മുതൽ 3 കിലോവാട്ട് വരെ 42,000 രൂപ, 3 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ 41,000 രൂപ, 41,000 എന്നുള്ള നിലയിൽ വലിയ നിലയിൽ അത് കുറഞ്ഞു. വലിയ വെട്ടിക്കുറവാണ് MNREയുടെ ബെഞ്ച് മാർക്ക് കോസ്റ്റിൽ വരുത്തിയത്. നമ്മൾ ടെൻഡർ ചെയ്തപ്പോൾ ബെഞ്ച് മാർക്ക് കോസ്റ്റ് അതിൻ്റെ ഒരു സീലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് ടെൻഡർ ചെയ്തത്. അതായത് ബെഞ്ച് മാർക്ക് കോസ്റ്റ് ഇപ്പോൾ 2 കിലോവാട്ടിന് 43,000 രൂപയാണെങ്കിൽ അവർക്ക് പരമാവധി കോട്ട് ചെയ്യാവുന്ന 43,000 രൂപയാണ്. ആ നിലയിലാണ് ഇത് കോട്ട് ചെയ്തത്. അപ്പൊ ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നടന്ന ടെൻഡറുകൾ പരിശോധിച്ചു. അതിനകത്ത് ബഹുഭൂരിപക്ഷവും ഇങ്ങനെ തന്നെയാണ് ടെൻഡർ ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ടെൻഡർ ചെയ്തതിന്റെ ഒരു പ്രശ്നം വന്നത്, ഈ റേറ്റ് വളരെ നേരത്തെ ലഭിച്ചതിനേക്കാളും ഈ ബെഞ്ച് മാർക്ക് കോസ്റ്റിന് വലിയ ഇടിവ് വന്നപ്പോൾ സോളാർ ഡെവലപ്പേഴ്സ് ഇതിനോട് വലിയ നല്ല രീതിയിൽ പ്രതികരിച്ചില്ല. ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വലിയ പ്രതികരണം ഉണ്ടായില്ല. അത് നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതിയെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MNRE പുതിയ ബെഞ്ച് മാർക്ക് കോസ്റ്റ് റിവൈസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. സാധാരണ ബെഞ്ച് മാർക്ക് കോസ്റ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഇനി വരുന്ന ബെഞ്ച് മാർക്ക് കോസ്റ്റ് കൂടി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പങ്കെടുത്ത കമ്പനികൾ ടെൻഡറിൽ ഹൈവ്, കോണ്ടാസ്, റഫിക്സ് തുടങ്ങിയ 3 കമ്പനികളാണ് അതിനകത്ത്. അവർക്ക് 3 പേരാണ് അതിനകത്ത് വർക്ക് ടെൻഡറിൽ പങ്കെടുത്ത് അതിനകത്ത് യോഗ്യത നേടിയത്. ഹൈവ് സോളാർ, ഹൈവ് രണ്ടാമത്തെ റോയിൽ കാണുന്നത് ഹൈവ് സോളാർ 1 മെഗാവാട്ടാണ് അവർ കോട്ട് ചെയ്തത്. 4 മുതൽ 10 കിലോവാട്ട് വരെ റേഞ്ചിൽ 1 മെഗാവാട്ടാണ് കോട്ട് ചെയ്തത്. 1000 കിലോവാട്ട്, 600 കിലോവാട്ടിന്റെ വർക്ക് ഓർഡർ അവർക്ക് നൽകി കഴിഞ്ഞു. അതിൽ നല്ല രീതിയിൽ അവർ ചെയ്തു പോകുന്നുണ്ട്. കോണ്ടാസ്
കോണ്ടാസ് 2 കിലോവാട്ട് 3 കിലോവാട്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ റേഞ്ചിലും കോട്ട് ചെയ്തു. 11.75 മെഗാവാട്ട് അവർ കോട്ട് ചെയ്തു. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ അവർ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത്. റെഫെക്സും 2 കിലോവാട്ട് 3 കിലോവാട്ട് 4 to 10 അത് മൂന്നിലും പങ്കെടുത്തു, വിൻ ചെയ്തു. 41 മെഗാവാട്ട്. റെഫെക്സും ഇപ്പൊ പ്ലാന്റുകൾ ചെയ്തു വരുന്നുണ്ട്. എറണാകുളം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെല്ലാം ഇപ്പോൾ അവർ ചെയ്തു വരുന്നു. സബ്സിഡി പ്രോഗ്രാമിൽ ആകെ 10 മെഗാവാട്ടിന്റെ 2562 വീടുകളിലായി 10 മെഗാവാട്ടിന്റെ വർക്ക് ഓർഡറുകളാണ് ഈ 3 കമ്പനികൾക്കായി നൽകിയിരിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 400 കിലോവാട്ട് മാത്രമാണ് 95 സൈറ്റിലായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ കാരണം ഇതൊന്ന് തുടങ്ങാൻ താമസിച്ചു. ഇപ്പോൾ ഒന്ന് ആയി വരും. ഈ 400 കിലോവാട്ട് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. പാൻഡമിക് സിറ്റുവേഷൻ വന്നു, PV മോഡിൽ വന്ന വലിയൊരു പ്രൈസ് ഹൈക്ക് വന്നു, സ്റ്റീലിന് തുടങ്ങിയ ഇതിനെല്ലാം ഇത് ഹൈക്ക് വരികയുണ്ടായി. മറ്റൊരു കാര്യം ഇതിനെ ബാധിച്ചത് ഈ സബ്സിഡി പ്രോഗ്രാമിൽ MNRE വെച്ചിരിക്കുന്ന ഒരു നിബന്ധനയാണ്. സബ്സിഡി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സോളാർ മോഡ്യൂളുകൾ അത് ഡൊമസ്റ്റിക് കമ്പണന്റുകളായിരിക്കണം. അത് ആ മോഡ്യൂളും അതിൽ ഉപയോഗിക്കുന്ന സെല്ലും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. ഇന്ത്യയിൽ സോളാർ മോഡ്യൂൾ നിർമ്മിക്കുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. ടാറ്റ, വാരി, വിക്രം സോളാർ തുടങ്ങിയ കമ്പനികൾ ധാരാളമുണ്ട്. പക്ഷേ ഈ കമ്പനികളെല്ലാം സെല്ല് ചൈനയിൽ നിന്നടക്കം ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. MNRE സബ്സിഡി പ്രോഗ്രാമിൽ വെച്ചിരിക്കുന്ന നിബന്ധന ഈ സെല്ലടക്കം ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. അത് അങ്ങനെ പ്ലാന്റ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ സെല്ല് നിർമ്മിക്കുന്ന പ്ലാന്റ് കപ്പാസിറ്റി ഇന്ത്യയിൽ വളരെ കുറവാണ്. MNRE സബ്സിഡി പ്രോഗ്രാം പ്രഖ്യാപിക്കുകയും അത് ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുവാൻ തുടങ്ങിയതിന്റെ ഭാഗമായി ഈ ഡൊമസ്റ്റിക് കമ്പണന്റുള്ള മോഡ്യൂളിന് വലിയ ഷോർട്ടേജ് ഉണ്ടാവുകയും അതിന്റെ വില വലിയ നിലയിൽ കൂടുകയും ചെയ്തു. ആവശ്യത്തിന് ലഭ്യമല്ലാതെ വന്നു. ക്ഷാമം വന്നതോടുകൂടി അതിന്റെ വിലയും കൂടി. ഈ പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ട്രെൻഡാണ്. അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പൊ ഈ 2021 മോഡ്യൂളിന് വില ഒന്ന് കൂടുന്നത്. ഇല്ലെങ്കിൽ 2011 മുതൽ നോക്കുകയാണെങ്കിൽ 2013 ഒരു ചെറിയ വർധന ഉണ്ടായി. അതല്ലാതെ മോഡ്യൂളിന്റെ പ്രൈസ് കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരു പ്രവണതയായിരുന്നു ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്നത്. 2021 അത് കൂടുന്ന ഒരു ട്രെൻഡിലേക്ക് വന്നു. അപ്പം ഈ പഴയ റേറ്റ് വെച്ച് കോട്ട് ചെയ്ത ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമായി എന്നൊരു ഇഷ്യൂ ആണ് അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം. മറ്റൊന്ന് റോ മെറ്റീരിയൽസിനുണ്ടായ വിലവർധന. സോളാർ മോഡ്യൂൾ ഫിനാൻഷ്യൽ 2021 19.6 രൂപയായിരുന്നു വാട്ടിന്. അത് 23.5% 5 കൂടി 20% വർധനവ് അതിനകത്തുണ്ടായി. സ്റ്റീലിന്റെ പ്രൈസ് 38,200 per ton എന്നുള്ളത് 58,000 per ton ആയി മാറി. ഇതിന്റെ സ്ട്രക്ചറൊക്കെ നിർമ്മിക്കുന്നതിനകത്ത് കോപ്പറിന്റെ പ്രൈസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പൊതുവെ ഈ നമ്മുടെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം 2021 മാർച്ചിലെ ബഡ്ജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ ഇതിലൊരു സ്റ്റീലിന്റെ പ്രൈസിലടക്കം വലിയൊരു കുറവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്പനികൾ വർക്ക് തുടങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു. 2-3 മാസം അവരൊന്ന് വെയിറ്റ് ചെയ്തു, അത് പ്രൈസ് കുറയും എന്നുള്ളതിൽ. അതിന് അവർ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ താമസിക്കുക തുടങ്ങിയ സ്ട്രാറ്റജികളാണ് അവരെടുത്തത്. അതിൻ്റെയൊക്കെ പരമാവധി പീരീഡ് എടുത്തുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജി അവർ എടുത്തത്. പക്ഷെ മാർച്ച് 21 കഴിഞ്ഞിട്ടും പ്രൈസിൽ വ്യത്യാസമൊന്നും വന്നില്ല. അതിനുശേഷമാണ് പിന്നെ അവർ വർക്ക് തുടങ്ങിയതിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇത് കപ്പാസിറ്റി അഡീഷൻ ഇന്ത്യൻ സോളാർ സെക്ടറിലും വന്നിട്ടുള്ള ഒരു മാറ്റം അതിനകത്ത് കാണാം. ഇതിനകത്ത് കപ്പാസിറ്റി അഡീഷൻ വർധനവ് 2012-13 മുതൽ കാണിച്ചിട്ടുണ്ട്. 2017-18 അതിന്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. 18-19 കുറവ് വരുന്നുണ്ട്, 19-20 കുറവ് വരുന്നുണ്ട്, 20-21 എല്ലാം ഇന്ത്യയിൽ തന്നെയുള്ള കപ്പാസിറ്റി അഡീഷൻ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ അത് MNRE ഇന്ത്യയിലെ കപ്പാസിറ്റി അഡീഷന് വേണ്ടി വലിയ എഫർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അത്
ഉദ്ദേശിച്ച നിലയിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന കപ്പാസിറ്റി അഡിഷന്റെ അത്രയും പോലും വരുവാനും സാധിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് അല്ല, ഈ കോവിഡ് ബാധിച്ചത്, മോഡ്യൂളിന്റെ ഫാക്ടറികളിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ത്യ ഒട്ടാകെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. സബ്സിഡി പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത ടെൻഡറും വിളിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ടെൻഡറിൽ ഈ 2 കിലോവാട്ട് 3 കിലോവാട്ട് 2 കിലോവാട്ട് 3 കിലോവാട്ടിലാണ് കൂടുതൽ അപേക്ഷകർ ഉണ്ടായിരുന്നത്. എന്നാൽ 2 കിലോവാട്ട് 3 കിലോവാട്ടിൽ ആവശ്യത്തിന് ഡെവലപ്പേഴ്സിനെ നമുക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ആദ്യം കാണിച്ച ഒരു ഇത് നോക്കിയാൽ അറിയാം. ഇതാ ആ 2 കിലോവാട്ടിൽ ആകെ 1.5 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്, ഒന്നാമത്തെ കോളം. 3 കിലോവാട്ടിലാകട്ടെ ആകെ 4.5 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അപേക്ഷകരെല്ലാം അതിലാണ് കൂടുതലുള്ളത്. 2 കിലോവാട്ടിൽ 9ഉം 3 കിലോവാട്ടിൽ 36 മെഗാവാട്ടുമാണ് നിൽക്കുന്നത്. ഈ ലാസ്റ്റ് കോളം നോക്കുക. അപ്പൊ അതുകൊണ്ട് 2 കിലോവാട്ട് 3 കിലോവാട്ടിന് വേണ്ടി നമ്മളൊരു പുതിയ അതും കൂടെ കിട്ടുക എന്നുള്ള നിലയിലേക്ക് നമ്മളൊരു പുതിയ ടെൻഡർ വിളിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, MNREയുടെ 200 മെഗാവാട്ടും കൂടെ കിട്ടി. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് കണക്കെടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ ടെൻഡർ വിളിച്ചു. ആ ടെൻഡറിൽ പങ്കെടുത്ത 7 കമ്പനികളെ നമ്മളിപ്പോൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ഇപ്പോൾ വർക്ക് തുടങ്ങാൻ പോകുന്നു. ബിങ്കാസ് ഇലക്ട്രിക്കൽ, BSS സോളാർ, ദ്രുഡ്, കോണ്ടാസ്, ഇഷാൻ, ടാറ്റ പവർ, പവർ വൺ തുടങ്ങിയ കമ്പനികളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ആവശ്യത്തിന് ഡെവലപ്പേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളൊരു പരിമിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒരു 6 ഡെവലപ്പേഴ്സ് കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ടാറ്റ അടക്കമുള്ള ഡെവലപ്പേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ടെൻഡർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച സീലിംഗ്, ബെഞ്ച് മാർക്കിൽ സീലിംഗ് എന്നുള്ള ഒരു ലിമിറ്റ് നമ്മൾ എടുത്തു കളഞ്ഞു. അതായത് ബെഞ്ച് മാർക്ക് കോസ്റ്റ് അവിടെ നിൽക്കുന്നു, പക്ഷെ അതിൽ കൂടുതൽ കോട്ട് ചെയ്യാം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ റേറ്റിൽ കാണാം, രണ്ടാമത്തെ കോളത്തിൽ ആ റേറ്റിൽ കാണാം 1 കിലോവാട്ട് മുതൽ 2 കിലോവാട്ട് വരെ 49,000 അവർ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോട്ട് ചെയ്തിരിക്കുന്ന റേറ്റ് 49,000, എന്നാൽ ബെഞ്ച് മാർക്ക് കോസ്റ്റ് 42,000 രൂപയാണ്. അപ്പോൾ ഈ പുതിയ എംപാനൽ ചെയ്തിരിക്കുന്ന ഡെവലപ്പേഴ്സിനെ കൊണ്ട് നമ്മൾ പ്ലാന്റുകൾ കാർഷിക ഉപഭോക്താക്കൾ സ്ഥാപിക്കുമ്പോൾ 2 കിലോവാട്ടിന്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ നൽകേണ്ട തുക 49,000 രൂപയാണ്. എന്നാൽ MNRE നിശ്ചയിച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് കോസ്റ്റായ 42,000 രൂപയുടെ 40% മാത്രമായിരിക്കും സബ്സിഡി ലഭിക്കുക. അത് MNREയുടെ ഒരു നിബന്ധനയാണ്. അതാണ് ഈ രണ്ടാമത്തെ ടെൻഡറിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഈ ടെൻഡറിലും, ഈ രണ്ടാമത് ചെയ്ത ടെൻഡറിലും 2 കിലോവാട്ട് 3 കിലോവാട്ട് റേഞ്ചിലും ആവശ്യത്തിന് നമുക്ക് ഡെവലപ്പേഴ്സിനെ കിട്ടിയിട്ടില്ല. ആ പരിമിതി ഇപ്പോഴും നിൽക്കുകയാണ്. ഒന്നാമത്തെ കോളത്തിന്റെ ഒന്നാമത്തെ റോഡ് അവസാനത്തെ കോളം നോക്കിയാൽ അറിയാം, 1 കിലോവാട്ടിന് 250 കിലോവാട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. 1 മുതൽ 2 കിലോവാട്ട് 750 കിലോവാട്ട് മാത്രം. നമുക്ക് 36 മെഗാവാട്ടോളം അപേക്ഷകർ നിൽക്കുകയാണ്. 2 മുതൽ 3 കിലോവാട്ട് വരെ 1.3 മെഗാവാട്ട്, അവിടെയും കൂടുതൽ ആൾക്കാരുണ്ട്. എന്നാൽ 3 മുതൽ 10 കിലോവാട്ടിൽ 85 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അപേക്ഷകരില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഈ 3 കിലോവാട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള അപേക്ഷകരോട് 3-ന് മുകളിൽ ഒരു 3.1 3.2 വെച്ചുകൊണ്ട് ആ റേഞ്ചിലേക്ക് പോയാൽ വളരെ ധാരാളം ഡെവലപ്പേഴ്സ് അവിടെ ഉണ്ട്, പെട്ടെന്ന് പ്ലാന്റ് കിട്ടും എന്നുള്ളൊരു ഇൻഫർമേഷൻ അത് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, KSEB ഇപ്പോൾ ഒരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കിരൺ പോർട്ടൽ. ഈ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും കിരൺ പോർട്ടലിലൂടെ ലഭ്യമാണ്. ഇപ്പൊ KSEB വഴി പ്ലാന്റ് സ്ഥാപിക്കുകയല്ല, സ്വന്തമായി പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിലും അപേക്ഷ നൽകേണ്ടത് കിരൺ പോർട്ടലിലാണ്. ഓൺലൈനായി അതിൽ കൂടെ തന്നെ അപേക്ഷാ ഫോം അടയ്ക്കാം. 1 കിലോവാട്ടിന് 1000 രൂപയാണ് നിലവിലെ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള അപേക്ഷാ ഫോം. അതിന്റെ കൂടെ GST വരും.
രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. ഓരോ 1 കിലോ വാട്ടിന് 1000 രൂപ എന്നുള്ള നിലയിൽ 5 കിലോ വാട്ട് വെക്കുവാണെങ്കിൽ 5000 രൂപ. അത് പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ 80% തിരിച്ചു കിട്ടും. ഇതെല്ലാം ഈ കിരൺ പോർട്ടൽ വഴി ചെയ്യാവുന്നതാണ്. ഫീസിബിലിറ്റി അതിൽ കൂടെ തന്നെ ലഭ്യമാകും എന്ന് മാത്രമല്ല, ഇതിന്റെ ഓരോ സ്റ്റേജും അപേക്ഷകനെ ട്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ കിരൺ പോർട്ടലിൽ കൂടെ തന്നെ ആയിരിക്കും പുതിയ ഡെവലപ്പേഴ്സിനെ നമുക്ക് ഭാവിയിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുക. അതിലൊരു കണ്ടീഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സബ്സിഡി പ്രോഗ്രാം വഴി ഒരു ഉപഭോക്താവിന് പ്ലാന്റുകൾ സ്ഥാപിക്കണമെങ്കിൽ ആദ്യം അവിടെ ഡെവലപ്പേഴ്സ് ഉണ്ടാവണം. 2, ആ ഡെവലപ്പർക്ക് ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡെവലപ്പർ അവിടെ ഉണ്ട്. ടാറ്റ എന്ന് പറഞ്ഞ ഡെവലപ്പർ ഉണ്ട്. ആ ടാറ്റ എന്ന ഡെവലപ്പർ 2 മെഗാവാട്ടാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ആ 2 മെഗാവാട്ടിന് ടാറ്റയെ അപേക്ഷകർ തെരഞ്ഞെടുത്തെങ്കിൽ അടുത്തു വരുന്ന അപേക്ഷകന് ടാറ്റയെ തെരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ആ നിലയിൽ അത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം അപേക്ഷ നൽകി വലിയ കാലതാമസം ഒഴിവാക്കുന്ന ആ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ടെൻഡറിലും ആവശ്യത്തിന് ഡെവലപ്പേഴ്സിനെ ലഭിക്കാത്തത് മൂലം ഇപ്പൊ അടുത്ത ടെൻഡറിലേക്കും പോകുന്നുണ്ട്. ആ ടെൻഡറിലും കൂടെ വരുമ്പോൾ ഈ ചെറിയ കപ്പാസിറ്റിയിലും ആവശ്യമായിട്ടുള്ള ഡെവലപ്പേഴ്സിനെ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇതിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഫേസ് 1ന്റെ ജോലികൾ നടന്നു വരുന്നു. സബ്സിഡി പ്രോഗ്രാമിൽ ഉള്ള അപേക്ഷകരുടെ പ്ലാന്റുകൾ വെക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു 3 ഡെവലപ്പേഴ്സിനെ വെച്ച്. ആ ജോലികൾ ചെയ്യുന്നതിനായി അധികമായി ഒരു 6 ഡെവലപ്പേഴ്സ് കൂടെ, ഈ കോണ്ടാസ് ആദ്യത്തെ ടെൻഡറിലുള്ളത് കൊണ്ടാണ് ഞാൻ അധികമായി 6 എന്ന് പറയുന്നത്. അധികമായി ഒരു ടാറ്റ അടക്കമുള്ള അധികമായി 6 ഡെവലപ്പേഴ്സ് കൂടെ കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഈ 9 ഡെവലപ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഈ 9 ഡെവലപ്പേഴ്സിനെ കൊണ്ട് കൂടുതൽ പ്ലാന്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ റെഫിക്സ്, കോണ്ടാസ്, ഹൈവ് തുടങ്ങിയ ഡെവലപ്പേഴ്സിനെ തെരഞ്ഞെടുത്ത് അവരുടെ കപ്പാസിറ്റി എക്സോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഡെവലപ്പേഴ്സിനെയും അപേക്ഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പുതിയ ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വന്ന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി KCBയുടെ ഒരു പോളിസിയാണ്. KCBയുടെ ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റി അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ കപ്പാസിറ്റി 500 മെഗാവാട്ടായി വർദ്ധിപ്പിക്കും എന്ന് KCB പ്രഖ്യാപിക്കുമ്പോൾ അത് വളരെ ക്വാളിറ്റിയുള്ള, ഗുണമേന്മയുള്ള 500 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ ആയിരിക്കണം. അത് ഭാവിയിൽ ഒരു ഗ്രിഡിനോ KCBക്കോ ഒരു ബാധ്യതയായി, ഉപഭോക്താവിനോ ഒരു ബാധ്യതയായി മാറരുത് എന്നുള്ള കടുത്ത നിഷ്കർഷയോടുകൂടിയാണ് സൗര പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷനാണ് മോഡ്യൂളിന്റെ കപ്പാസിറ്റിയുടെ കാര്യത്തിലടക്കം അതിനകത്ത് ഫ്രെയിം ചെയ്തിരുന്നത്. അത് മീറ്റ് ചെയ്യുന്ന, ആ ടെൻഡർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്പനികളെ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, പ്രീ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അതെല്ലാം ആ നിബന്ധനകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാലോ ഈ ഒരു സോളാർ പ്ലാന്റിന്റെ പ്രധാന 3 കമ്പോണന്റുകളായ മോഡ്യൂൾ, സോളാർ മോഡ്യൂൾ, ഇൻവെർട്ടർ, അതുപോലെ മൗണ്ടിങ് മെക്കാനിസം, മൗണ്ടിങ് സ്ട്രക്ചർ, ഈ 3 ഐറ്റത്തിനും ഫാക്ടറി ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തും. ഫാക്ടറികളിൽ പോയി, സാധ്യമെങ്കിൽ ഫാക്ടറികളിൽ പോയി. ഇപ്പൊ കോവിഡ് കാലത്ത് ഓൺലൈനായി അതിന്റെ മാൻഡേറ്ററി ആയി നടത്തേണ്ട എല്ലാ ടെസ്റ്റുകളും, ഇൻവെർട്ടറിൽ 10-15 ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഈ ടെസ്റ്റുകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമാണ് ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു ലോട്ട് ഇങ്ങോട്ട് ഡെസ്പാച്ച് ചെയ്യാൻ അനുവാദം നൽകുന്നത്. ഇത് സൈറ്റ് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി KCB എല്ലാ 800ഓളം ഇലക്ട്രിക്കൽ സെക്ഷനുകളിൽ ഒരു ജീവനക്കാരനെ സോളാർ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ തെരഞ്ഞെടുക്കുകയും ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുകയും ചെയ്തു. എല്ലാ ഇലക്ട്രിക്കൽ സർക്കിളുകളിലും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ സോളാർ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീം അവർ സൈറ്റിൽ വരികയും മെറ്റീരിയൽ നോക്കുകയും ആ മെറ്റീരിയൽ നോക്കി ആണ് അതിന് മൊബൈൽ ആപ്പ് വഴി അപ്രൂവൽ നൽകുന്നത്.
ഈ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ സ്റ്റേജ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. പ്ലാന്റ് സ്ഥാപിച്ച് അത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി ആദ്യം നോക്കിക്കഴിഞ്ഞു, അത് സൈറ്റിൽ വരുമ്പോൾ വീണ്ടും നോക്കും. അതിന്റെ വർക്ക്മാൻഷിപ്പ് അടക്കം നോക്കുന്നുണ്ട്, എർത്തിങ്ങിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ പവർ ക്വാളിറ്റി അനാലിസിസ് നടത്തുന്നുണ്ട്. ഹാർമോണിക്സ് എത്ര പെർസെന്റേജ് വരുന്നുണ്ട്, DC ഇഞ്ചക്ഷൻ അടക്കം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർക്ക് ഇതിന്റെ ഫൈനൽ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് പെർഫോമൻസ് റേഷ്യോ PR ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട്. ആ സോളാർ പ്ലാന്റിൽ നിന്ന് ഉദ്ദേശിക്കുന്ന നിലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു ടെസ്റ്റാണ് PR ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് മിനിമം PR റേഷ്യോ എന്ന് പറയുന്നത് മിനിമം 75% ലഭ്യമാകണം എന്ന് വെച്ചിട്ടുണ്ട്. അതായത് ആ പാനലിൽ പതിക്കുന്ന സൂര്യപ്രകാശവും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും തമ്മിലുള്ള ഒരു റേഷ്യോയാണ്, അത് ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയിലാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഈ പ്രസന്റേഷന്റെ ഭാഗമായി പറയാനുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഉണ്ട്, അവിടുത്തെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ DB ഉണ്ട്, അയ്യൂബ് ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, നന്ദകുമാറുണ്ട്. അവർക്കെല്ലാം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അറിയാവുന്ന നിലയിൽ ഇതിന് മറുപടി തരാമെന്നാണ് കരുതുന്നത്. നന്ദി. അപ്പോ മദലാല് നന്ദി. മദലാല് പറഞ്ഞ സമയത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ നമ്മൾ ഇപ്പം ബോർഡ് നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് മൊത്തം നമ്മുടെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രൗണ്ട് മൗണ്ടഡ്, ഫ്ലോട്ടിംഗ് സോളാർ ഉണ്ട്, റൂഫ് ടോപ്പ് ഉണ്ട്. പ്രധാനമായിട്ട് റൂഫ് ടോപ്പിൽ നടത്തുന്ന പദ്ധതികളെ കുറിച്ച് ഫേസ് 1ഉം ഫേസ് 2 അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസും ഇപ്പോഴത്തെ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മീറ്ററിങ് ആൻഡ് ബില്ലിങ് ഏത് തരത്തിലായിരിക്കും, അതുപോലെ ക്വാളിറ്റി അഷുറൻസ് നടപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ചും പെർഫോമൻസ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച നമ്മൾ ചർച്ചയ്ക്കുള്ള ഒരു സമയമാണ്. നമ്മൾ ഇപ്പം 7:30 അരമണിക്കൂറോളം ചർച്ചയ്ക്ക് നമുക്ക് സമയമുണ്ട്. അതിന് തിരുവനന്തപുരത്തു നിന്നുള്ള സോളാർ ടീം അവിടെയുണ്ട്. അതുപോലെ അയൂബ് ഉണ്ടോ? ഇതിന്റെ നോർത്തേൺ റീജിയന്റെ സൗര ടീം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അയ്യൂബിന്റെ ടീമിലുള്ള ഉള്ളവരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാരിഫിക്കേഷൻസും ഒക്കെ അവർ നൽകുന്നതാണ്. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാറേ നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? എൻ്റെ പേര് ബിപിൻ എന്നാണ്. എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്, കോട്ടയമാണ്. ഞാൻ ഒരു ഈക്കിരൺ സൈറ്റ് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, ഒരു 10 കിലോവാട്ടിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്ക് ടാറ്റയെ സെലക്ട് ചെയ്യാനും പറ്റി. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഫീസും അടച്ചു. പക്ഷേ KSEBയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് സബ്സിഡി സ്കീം അല്ല, അത് ഡിഫറൻറ്റ് സ്കീമാണ്. ഞാൻ പക്ഷേ സബ്സിഡി എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫേസ് 2-ൽ ഇത് ചെയ്യാൻ പറ്റുമോ, അതോ ഞാനിത് സ്വന്തം നിലയ്ക്ക് ചെയ്യണമെന്നാണോ, എനിക്കത് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിലൊക്കെ MNREക്ക് സബ്മിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സൗര ടീം സബ്മിറ്റ് ചെയ്യുന്നൊക്കെ ഒരു സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ KSEBയുടെ നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു മറുപടി കിട്ടാവുമായിരുന്നു. അപ്പം ആരെ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മറുപടി തരാൻ പറ്റുമോ എന്നറിയാനാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നിനും ഉത്തരം പറഞ്ഞു പോകാൻ തോന്നുന്നു അല്ലേ മുതലാലെ? ഉത്തരം പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ആദ്യം അപേക്ഷ നൽകി, വിപിൻ ആദ്യം ഒരു അപേക്ഷ നൽകിയിരുന്നു. ആദ്യം നൽകിയ അപേക്ഷയിൽ ടാറ്റയാണ് സെലക്ട് ചെയ്തത്. അതെ അതെ. അപ്പൊ അതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫേസ് 1-ലാണ് ഇപ്പൊ ടാറ്റ ഉള്ളത്. ഇൻഗൽ, വാറി, ടാറ്റ എന്നീ 3 കമ്പനികൾ ഫേസ് 1-ലാണുള്ളത്. സബ്സിഡി പ്രോഗ്രാമിൽ അതിന്റെ ആദ്യ ടെൻഡറിൽ ടാറ്റ ഇല്ലായിരുന്നു. ഇപ്പൊ രണ്ടാമത്തിലാണ് വന്നത്. അതിൽ ടാറ്റ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് സാർ ചെയ്തത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ആ പോർട്ടൽ എന്തോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ എനിക്കൊരു സംശയം. ബിപിൻ ഇപ്പൊ അപേക്ഷ നൽകിയോ?
ഹലോ മധുലാൽ സാറേ, കുറച്ച് ദിവസം ഞാനൊന്ന് ഈ കിരൺ പറഞ്ഞോട്ടെ. യെസ്, നന്ദകുമാർ എന്നാണ്. ഓക്കെ, എന്താ എന്തോ ഞാൻ പറയാം സാറേ. അതായത് ഈ കിരൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പുതിയൊരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പോർട്ടലിലാണ് ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് സബ്സിഡി മോഡലിനുള്ള ഓപ്ഷനും നോൺ സബ്സിഡി മോഡലിനുള്ള ഓപ്ഷനും. സബ്സിഡി മോഡലിനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഡാറ്റ മൈഗ്രേഷൻ നടക്കുന്നതുകൊണ്ട് ഓപ്പൺ അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് സബ്സിഡി ആണെന്ന് കരുതി നോൺ സബ്സിഡി എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നോൺ സബ്സിഡിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ടാറ്റ ഇപ്പോൾ അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത്. അത് സബ്സിഡി മോഡലല്ല, നോർമൽ ആയിട്ടുള്ള മോഡലാണ്, നോൺ സബ്സിഡി മോഡലാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതാണ് പറ്റിയത്. എനിക്കിത് മാറി എന്തെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? മറ്റേതൊക്കെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ഒഫീഷ്യലായിട്ടൊന്ന് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്യും. saura@kcb@gmail.com മെയിൽ ചെയ്തിരുന്നു സാറേ, പക്ഷെ റിപ്ലൈ വന്നില്ല. മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വിപിൻ, മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിച്ചോളാം. അതൊന്ന് നോക്കാം കേട്ടോ. മെയിൽ റിപ്ലൈ തരാം. ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ. രണ്ടാമത്തെ കാര്യം സാറേ, ഞാനൊരു കാര്യം സാർ, വീലിംഗ് എന്ന് പറഞ്ഞൊരു സ്കീമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് വരുന്നതാണോ അതോ അതങ്ങനെ ഒന്ന് സാർ പറയാൻ വിട്ടുപോയതാണോ? ഏതാണ് വീലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ പേരിൽ വേറൊരു കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ ഈ എനർജി ചാർജിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ വല്ലതും ഉണ്ടോ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് നമ്മൾ സ്വന്തമായിട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നു. നെറ്റ് മീറ്ററിന്റെ റെഗുലേഷൻ അനുസരിച്ചിട്ട് ഏത് ബിൽഡിങ്ങിലാണോ വൈദ്യുതി കണക്ഷൻ ഉള്ളത് ആ ബിൽഡിങ്ങിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ അത് ഉപഭോഗം നടത്തണം എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഉൽപ്പാദിപ്പിച്ച് അവിടെ ഉപഭോഗം നടത്തിയതിന് ശേഷം മിച്ചം വൈദ്യുതി ഉണ്ടെങ്കിൽ ആ മിച്ചം വൈദ്യുതി മറ്റൊരു സ്ഥലത്തേക്ക് അതേ ഉപഭോക്താവിന്റെ പേരുള്ള മറ്റ് വൈദ്യുതി കണക്ഷനുകൾ ഈ യൂട്ടിലിറ്റിയുടെ ലൈസൻസിയുടെ ഏരിയയിലുള്ള മറ്റൊരു വൈദ്യുതി കണക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നേരത്തെ അത് 500 യൂണിറ്റ് അധികമായി ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ നിബന്ധന ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എത്രയാണോ മിച്ചം വരുന്നത് അത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ, ഞാൻ ഇപ്പം എന്റെ താമസിക്കുന്ന സ്ഥലത്ത് ചെയ്തതിനു ശേഷം ഞാൻ ട്രാൻസ്ഫർ ആയോ മറ്റോ പുതിയൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു വീട് വാങ്ങി താമസിക്കേണ്ടി വന്നാൽ എനിക്ക് അന്നേരം ഇത് ഓപ്ഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുമോ അതോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പുതിയ രണ്ടും കൊടുത്തിരിക്കണോ, അങ്ങനെയുണ്ടോ? സാധാരണഗതിയിൽ ഒരു അപേക്ഷ നൽകുമ്പോൾ അത് എങ്ങോട്ടൊക്കെയാണ് വീല് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കുന്നു. അതേ ഉപഭോക്താവിന്റെ തന്നെ മറ്റ് 2 സ്ഥലങ്ങളിലേക്കും കൂടെ അത് വൈദ്യുതി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിന്റെ പ്രയോറിറ്റിയും കൂടെ കൊടുക്കേണ്ടി വരും. മിച്ചമുള്ളത് ആദ്യം എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ പക്ഷെ അത് പിന്നീട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ക്ലാരിഫിക്കേഷൻ സാർ. അപ്പൊ ഞാൻ ഇത് മെയില് റിപ്ലൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. താങ്ക് യു. ഓക്കെ ബിപിൻ, താങ്ക് യു. ഹലോ സർ, ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ, ഞാൻ സുദീപാണ്, MD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ KSEBിൻ്റെ കണക്ഷൻ നമ്മളെ കോളേജിൽ എടുത്തിട്ടുണ്ട്. സൗര പ്രോജക്റ്റ് വെച്ചിട്ടും 50 അതിൻ്റെ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ KSEB സപ്ലൈ ഉള്ളപ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അതായത് KSEB സപ്ലൈ അവൈലബിൾ ആവാൻ മാത്രമാണ് നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇല്ലാത്ത സമയത്ത് KSEB സപ്ലൈ ഇല്ലെങ്കിൽ ഇത്രയും സിസ്റ്റം അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് എനർജി പ്രൊഡക്ഷൻ പറ്റുന്നില്ല. അതിന് വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻസ് ചാർജിങ് അല്ലെങ്കിൽ UPS ഫെസിലിറ്റി കൊടുത്തിട്ട് KSEB സപ്ലൈ ഇല്ലെങ്കിലും നമുക്ക് അവിടെ നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ? സാർ, അതിനകത്ത് ഞാൻ ആദ്യം എൻ്റെ പ്രസന്റേഷന്റെ ഭാഗമായി പറഞ്ഞിരുന്നു, ഗ്രിഡ് കണക്റ്റഡിന്റെ ഒരു പ്രത്യേകത, ഗ്രിഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് ഉൽപാദനം നടക്കുക. ഗ്രിഡ് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സോളാർ പ്ലാന്റിന്റെ ഉൽപാദനം നിലയ്ക്കും. ഒരു ആന്റി എലിൻഡിങ് ഫെസിലിറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അത് സുരക്ഷയെ കൂടെ കരുതിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗ്രിഡാണ് നമ്മുടെ ഒരു സ്റ്റോറേജ് എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷെ അപ്പൊ ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഗ്രിഡിന് ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവിടെ ഉൽപാദനം നിലയ്ക്കും. എന്നാൽ ഗ്രിഡ് ഉള്ളപ്പോഴാണ് ആ ഉൽപാദനം നിലയ്ക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വൈദ്യുതി ആ സമയത്തല്ലേ ഇത് വേണ്ടത് എന്നുള്ളത് നോക്കും. അപ്പം അത് ഇതിലില്ല. എന്നാൽ ആ പ്രശ്നം അത് രണ്ട് വിഷയമാണ് നമ്മുടെ ഗ്രിഡ് ഫെയിലിയർ ഉണ്ടാകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സൗരയെ മാത്രം ഒറ്റ പദ്ധതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പ്രസന്റേഷന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. മറ്റു പദ്ധതികളും കൂടെ ഞാൻ പരാമർശിച്ചു പോയത് അതുകൊണ്ടാണ്. ട്രാൻസ്ഗ്രിഡ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക നിലവാരമുള്ള ഒരു ട്രാൻസ്മിഷൻ നെറ്റ്വർക്കാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വൈദ്യുതിയും
വളരെ എഫിഷ്യൻ്റായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കുന്നത്. എന്നാൽ ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നമ്മുടെ ഉപഭോക്താക്കളെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത് വിതരണ ശൃംഖലയുമായിട്ടാണ്. അതുകൊണ്ട് ഈ വിതരണ ശൃംഖല അതും ആധുനികവൽക്കരിച്ച് ലോക നിലവാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തുടർച്ചയായ വൈദ്യുതി എല്ലാ സ്ഥലത്തും 24 മണിക്കൂറും തുടർച്ചയായ വൈദ്യുതി ഇൻട്രപ്ഷൻ ഇല്ലാതെ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദ്യുതി പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പോലും ഒരു ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സോഴ്സിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം അടക്കം ഇപ്പോൾ KSEB ആ നിലയിലാണത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥലത്തെ വൈദ്യുതി തകരാറുണ്ടായി, ആ സമയത്ത് അത് മറ്റൊരു സോഴ്സിൽ നിന്നും കൂടെ വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഗ്രിഡ് 24 മണിക്കൂറും അവൈലബിൾ ആകുന്ന നിലയിലാണ് ഈ പദ്ധതി പ്രവർത്തനങ്ങൾ വരുന്നത്. അതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ഈ പ്രശ്നം ഉണ്ടാവില്ല. ഗ്രിഡ് തന്നെ പോകത്തില്ല, അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. എങ്കിലും ഈ സാറ് ചോദിച്ചതിന്റെ വേറൊരു ഒരു ഉത്തരം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട്. ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ KSEB വിഭാവനം ചെയ്യുന്നത് ഈ സപ്ലൈ പോകുമ്പോൾ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകൾ, അതുപോലെ സോളാറിന്റെ ഇൻവെർട്ടർ, അതൊന്നും ഒരാൾക്കും ആവശ്യമായി വരാത്ത നിലയിൽ തുടർച്ചയായി ഗുണമേന്മയുള്ള വൈദ്യുതി 24 മണിക്കൂറും നൽകണം എന്നുള്ള നിലയിൽ തന്നെയാണ് KSEB പദ്ധതി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഒരു കാര്യം ഇപ്പൊ ചോദിച്ചതായിട്ട്, ഇപ്പം യഥാർത്ഥത്തിൽ നമുക്കിപ്പം അതിന്റെ സേഫ്റ്റി കാര്യത്തിനും ആന്റി അലൻഡിങ് എന്നുള്ള ഒരു ഫെസിലിറ്റി അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഉപഭോക്താവിന് ഒരു പക്ഷേ KSEBയുടെ സപ്ലൈ ഇല്ലെങ്കിൽ അയാളുടെ ഈ ജനറേറ്ററുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ഈ സോളാറ് പ്രവർത്തിപ്പിക്കാനുള്ള അത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഞാനൊരു അങ്ങനെ ഒന്ന് അറിയാൻ ഇല്ലെന്ന് മാത്രമല്ല അത് അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നില്ല. സാറേ, ഞാൻ ചോദിച്ചത് നമ്മളെ കോളേജുകളിൽ നമ്മുടെ ലാബിനും ഫെസിലിറ്റിക്കും വേണ്ടി UPS സെർവർ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ആ UPS സെർവറിൽ നിന്ന് ഈ ഒരു ചാർജിങ് എക്യുപ്മെന്റും ഡിവൈസിനും ഒക്കെ വേണ്ട സപ്ലൈ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല സാർ, അത് അനുവദിക്കുന്നില്ല. പെർമിഷൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് തന്നെ വരുമ്പം സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ അനുവദിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഇത് പ്രദീപാണ്. പിന്നെ വളരെ നന്ദി ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന്. എൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ കമേഴ്ഷ്യൽ സൈഡിൽ അറ്റ്ലീസ്റ്റ് ഈ ഡിമാൻഡ് ചാർജിൽ എന്തെങ്കിലും കുറവ് വരുത്താനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇപ്പം? അതൊന്ന്. രണ്ടാമത്തേത് ഒരു പോളിസി റിലേറ്റഡ് ആണ്. ചിലപ്പോൾ ഇവിടെ ഡയറക്ടറും മറ്റേ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പം ഈ പദ്ധതിയൊക്കെ നടപ്പാക്കി അല്ലെങ്കിൽ കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്നത് വലിയ 2-3 കമ്പനിക്കാണ്, അതും കേരളത്തിന് പുറത്തുള്ളത്. അപ്പൊ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഇഷ്ടംപോലെ സോളാർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് MSME കാറ്റഗറിയിലായിരിക്കും, ചിലപ്പോൾ സ്മോൾ ആൻഡ് മീഡിയത്തിലായിരിക്കും. അങ്ങനെയുള്ള കമ്പനിക്ക് ഇപ്പോൾ ഈ KSEBയുടെ പ്രോജക്റ്റ് കൊണ്ട് അവർക്ക് വലിയ പ്രോജക്റ്റ് കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതിനെന്തെങ്കിലും ഒരു പ്രപ്പോസലോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അവർക്കും കൂടി ഇതിന്റെ ബെനിഫിറ്റ്. ഇപ്പം 500 അല്ലെങ്കിൽ 1000 മെഗാവാട്ട് കപ്പാസിറ്റി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ സ്മോൾ ആൻഡ് മീഡിയം ഇൻറ്റഗ്രേറ്റേഴ്സ് കേരളത്തിലുള്ള, അതും കേരളത്തിലെ ആൾക്കാർ ചെയ്യുന്ന, അവർക്കൊരു ബെനിഫിറ്റും കിട്ടാതെ പോകുന്നില്ലേ? അതിനെന്തെങ്കിലും ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന്? ക്ലിയറായി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. രണ്ടാമത്തെ ചോദ്യം സൗരയിലെ എക്സിക്യൂട്ടീവ് ജനറൽ ദീപയുണ്ട്, ദീപ പറയും. ഒന്നാമത്തത് ഈ ഫിക്സഡ് ചാർജിൽ വ്യത്യാസം വരുമോ എന്നുള്ളതാണ്. ഇല്ല, ഫിക്സഡ് ചാർജ് അത് അങ്ങനെ തന്നെ നിൽക്കും. അതായത് കണക്ട് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള ഫിക്സഡ് ചാർജ് നൽകേണ്ടി വരും. എന്നാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഉൽപ്പാദിപ്പിച്ച് എത്ര വൈദ്യുതിയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള കുറവ് എനർജി ചാർജിൽ വരും. ഇനിയിപ്പോ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം MSME തുടങ്ങിയ ചെറുകിട അവർക്ക്, കേരളത്തിലെ കമ്പനികൾക്ക് ഇതിലെങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ദീപ കമന്റ് പറയും.
ഹലോ സർ സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. തീർച്ചയായും ഇൻഡസ്ട്രിയിലെ ഡെവലപ്പേഴ്സും ഉപഭോക്താക്കളും KCBയും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. ഈ സൗരോർജ്ജോൽപാദന ശേഷി നമുക്ക് കൂടുതലായി കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഡർ phase 1 ടെൻഡറിൽ വച്ച സമയത്ത് കുറച്ച് ഹയർ ആയിട്ടുള്ള പ്രീ കണ്ടീഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതായത് 5 മെഗാവാട്ട് എങ്കിലും നിലയങ്ങൾ സ്ഥാപിച്ച് പ്രവൃത്തി പരിചയവും അതുപോലെ തന്നെ സാമ്പത്തിക ആയിട്ടുള്ള പ്രീ കണ്ടീഷൻസ് അല്പം കൂടി ഉയർന്ന ശേഷിയുള്ള കമ്പനികളെ ആകർഷിക്കത്തക്ക തരത്തിലുള്ളതായിരുന്നു. എന്നാൽ സബ്സിഡി ടെൻഡറിലേക്ക് വന്ന സമയത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ടെൻഡറിൽ ഫെബ്രുവരി മാസം 2021 വിളിച്ച ടെൻഡറിൽ ഈ PQ കണ്ടീഷൻസ് എല്ലാം ഈ കേരള ഡെവലപ്പേഴ്സിനെ ചേർത്തുകൊണ്ട് പ്രോജക്റ്റ് വിജയത്തിലേക്ക് എത്തിക്കണമെന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ CMD, ഇപ്പോൾ വിരമിച്ച CMD സാറ് നേരിട്ടൊരു മീറ്റിംഗ് ഇവരുമായിട്ട് നടത്തുകയും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഈ PQ കണ്ടീഷൻസ് സംബന്ധിച്ചതും അല്ലാതെയുമുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ ടെൻഡർ നമ്മൾ വിളിച്ചത്. അപ്പോൾ അതിൽ വരുത്തിയ മാറ്റം പ്രധാനമായിട്ട് ഈ എക്സ്പീരിയൻസ് 250 കിലോവാട്ട് എങ്കിലും സ്ഥാപിച്ച് പ്രവർത്തന പരിചയമുള്ള ഡെവലപ്പേഴ്സിനെയും ടേൺ ഓവർ 1 കോടി രൂപ 3 വർഷങ്ങളിലായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് വളരെ ലഘൂകരിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. കൂടാതെ സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ള നിബന്ധന കൂടി ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്താൻ തന്നെയാണ് നമ്മുടെ ടെൻഡർ വ്യവസ്ഥകൾ പുനർനിർണയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് രണ്ടാമത്തെ, ഇപ്പോൾ സാറ് നേരത്തെ കാണിച്ച 7 ഡെവലപ്പർമാരുടെ ലിസ്റ്റിലും 1 or 2 ഡെവലപ്പർ മാത്രമേ കേരളത്തിനകത്ത് കൂടി പ്രധാനമായും ഓഫീസുകളിലുള്ള ഡെവലപ്പർമാരെ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കിലോവാട്ട് നിലയങ്ങൾക്ക് വേണ്ടത്ര ഡെവലപ്പർമാരില്ലാത്തത് കൊണ്ട് പുതിയതായൊരു ടെൻഡർ കൂടി വിളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ബോർഡിൽ പുരോഗതിയിലാണ്. ആ ഒരു ഇതിൽ കുറച്ചുകൂടി ലഘൂകരിക്കുന്നുണ്ട്. അത് ബോർഡിന്റെ അപ്രൂവലിന് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യവസ്ഥകൾ ലഘൂകരിച്ച് കേരളത്തിലെ ഡെവലപ്പർമാരെ കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ട്. MSMEകൾക്ക് ആനുകൂല്യങ്ങളും, അതായത് ടെൻഡർ കോസ്റ്റ്, EMD തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ കൂടി കൂട്ടിച്ചേർത്ത് തന്നെയാണ് പ്രോജക്റ്റ് മുന്നോട്ട് പോകണമെന്ന് KCB ആലോചിക്കുന്നത്. തീർച്ചയായും അവർ ബോർഡിന്റെ ഈ പദ്ധതിയിൽ സഹകരിച്ച് നമ്മളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ദീപ. വളരെ നന്ദി, ഉത്തരം തന്നു. കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹലോ സർ. പറയൂ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഡിഫറെന്റ് സ്റ്റേജസ് പറയുന്നുണ്ടായി. അത് പവർ ക്വാളിറ്റി അനാലിസിസ് വൺ ഓഫ് ദി ഡിഫറെന്റ് സ്റ്റേജസ് പറയുന്നുണ്ടായി. അതിൽ ഇൻവേർട്ടേഴ്സ്, അതിന്റെ THD ലെവൽ, അങ്ങനെ എന്തെങ്കിലും ഏത് റേഞ്ചിൽ ആ കൺസ്ട്രെയിൻസ് ഒന്ന് പറയാൻ പറ്റുമോ സർ? പെർമിഷൻ കൊടുക്കുമ്പോൾ ഗ്രിഡ് സിങ്ക്രണൈസേഷൻ, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ സർ? പറയാം. കറണ്ട് ഹാർമോണിക്സ് 8%, വോൾട്ടേജ് ഹാർമോണിക്സ് 3%, ടോട്ടൽ THD 5% ആണ് എടുക്കുന്നത്. അതുപോലെ DC ഇഞ്ചക്ഷൻ 0.5%. ഈ നിലയിലാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. ആന്റി അലൻഡിങ് 2 സെക്കൻഡ്. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഹലോ സർ. സർ, എന്റെ പേര് ദിവ്യ. ഞാൻ കോഴിക്കോട് ഇലക്ട്രിക്കൽ സർക്കിളിലെ AE ആയിരുന്നു സർ. സർ, ഒരു HD കൺസ്യൂമർ ഒരു സോളാർ 505 kW ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതായിട്ട് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി. അതായത് അവരുടെ കണക്റ്റഡ് ലോഡ് 560 kVA ആണ് അവിടെ. പക്ഷെ ഇൻവേർട്ടർ 505 kW ഇൻവേർട്ടർ ആണ് അവിടെ സ്ഥാപിച്ചത്. പക്ഷെ അവിടെ ചെന്ന് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അവര് കണ്ടത് അവിടെ അവർ സ്ഥാപിച്ച മോഡ്യൂൾ സ്ഥാപിച്ചത് 620 kWp കപ്പാസിറ്റി ഉള്ള മോഡ്യൂൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ സാർ, നമുക്ക് ഇവർക്ക് ഈ 560 kVA കോൺട്രാക്ട് ഡിമാൻഡ് വെച്ചിട്ട് ഈ കൂടുതൽ പാനൽ വെച്ചത് കൊണ്ട് നമുക്ക് ഇത് അനുവദിക്കാൻ പറ്റുമോ സാർ? അതാണ് ഒരു സംശയം.
ചോദ്യം ഒന്നുകൂടെ പറയാമോ? അതായത് അവരിപ്പോ നിലവിൽ 620 കിലോ വാട്ടിന്റെ മോഡ്യൂളാണ് വെച്ചിട്ടുള്ളത്. അതെ സർ, ഇൻവെർട്ടർ കപ്പാസിറ്റി എത്രയാണ്? 620 സർ. മോഡ്യൂൾ 620. അതെ സർ. ഇൻവെർട്ടർ കപ്പാസിറ്റി, ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത് ഇൻവെർട്ടർ 505 kW. 505. ഫീസിബിലിറ്റി കൊടുത്തിരിക്കുന്നത് എത്ര കിലോ വാട്ടിനാണ്? ഫീസിബിലിറ്റി 505 സർ. അവര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തത് എല്ലാം 505 kW സോളാർ പ്ലാന്റ് വെക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ ഇൻസ്പെക്ഷൻ പോയി. ഓക്കെ സർ, ക്ലിയർ ആയി. നന്ദകുമാർ പറയുന്നോ എന്റെ ഉത്തരം? സാറേ ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഡി സി കപ്പാസിറ്റി ആണ് പരമാവധി അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു കപ്പാസിറ്റി, ഡി സി കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ 505 kW ആയിട്ട് അത് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നാണ് നിലവിൽ ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നിലപാട്. അതായത് 620 വെച്ചാലും 620 പീക്ക് ചെയ്യുന്ന സമയം, മുഴുവൻ വെളിച്ചമുള്ള സമയത്തായിരിക്കും അതിന്റെ പീക്ക് കിട്ടുന്നത്. പീക്ക് കിട്ടുന്ന സമയത്ത് പരമാവധി വരുന്ന 505 ഒരു 10% കൂടെ ആയിരിക്കും പരമാവധി ആ ഡി സി ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ അതിൽ താഴെ വരുള്ളൂ. അതുകൊണ്ട് പാനലിന്റെ കപ്പാസിറ്റി നോക്കണ്ട എന്നുള്ളതാണ് അതിനകത്ത് എടുക്കാവുന്ന ഒരു നിലപാട്. ഇനി ഇത് സംബന്ധിച്ചിട്ടൊരു ക്ലാരിഫിക്കേഷൻ KSEB ഉടനെ തന്നെ ഇറക്കുന്നുണ്ട്. അതുകൂടെ വരുന്നതോടെ അത് ക്ലിയർ ആവും. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാൻഡിൽ നമുക്കത് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, താങ്ക് യു സർ, ക്ലിയർ ആയി സർ. അടുത്ത വേറൊരാള് ആരോ ഒന്ന് ചോദിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. സാർ നമസ്കാരം സാർ, ഞാൻ MDIT സ്റ്റുഡന്റ് ആണ്, വിഷ്ണു. സാർ, ഈ സൗര പദ്ധതി പ്രകാരം വീട്ടില് ഇതിന്റെ ചെയ്യുമ്പോൾ അപ്പൊ ആദ്യം KSEB ആണോ ബന്ധപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും ഏജന്റിനെ ഏൽപ്പിച്ച് ചെയ്യുകയാണോ വേണ്ടത്? അതിന്റെ സബ്സിഡി ഉള്ള ഓൺ ഗ്രിഡ് ആണോ ഉദ്ദേശിക്കുന്നത്? ആണോ ഇത്? ഹലോ, ഒരു സെക്കൻഡ്, എനിക്ക് ഇടയ്ക്ക് ഞാനൊന്ന് ഔട്ടായി. നേരത്തെ ചോദിച്ച ചോദ്യം കോഴിക്കോട് മീഡിയ വണ്ണിലെ ആണോ? അതെ സർ, അതാണ് കോഴിക്കോട് മീഡിയ വണ്ണിന്റെ കേസാണ്. ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു സർ. അത് തരാം. അത് റെഗുലേഷൻ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസിന്റെ ഒരു ക്യുമുലേറ്റീവ് ആണ് പ്ലാന്റ് കപ്പാസിറ്റി ആയിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ സർ. നന്ദകുമാർ അല്ല, മതിലാലെ വിഷ്ണു, അത് കഴിഞ്ഞ് ദിവ്യ കഴിഞ്ഞ ശേഷം വിഷ്ണു ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ഞാൻ കേട്ടില്ല. അത് സാർ, അതായത് ഈ വീട്ടിലെ സൗര പദ്ധതി പ്രകാരം ഓൺ ഗ്രിഡിന്റെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം KSEB ആണോ അല്ലെങ്കിൽ ഇത്തരം ഏജന്റിനെയാണോ സമീപിക്കേണ്ടത്? അതിന്റെ ഇനീഷ്യൽ പ്രൊസീജിയേഴ്സ് ഒന്ന് ചെയ്തോ സാർ. നന്ദകുമാർ, സൗര പ്രോജക്റ്റ് ആണോ സോളാർ ആണോ ഉദ്ദേശിക്കുന്നത്? രണ്ട് രീതിയാണ്. ഈ വീടുകളിലെ ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് സബ്സിഡിയാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സബ്സിഡിയിലാണെങ്കിൽ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് KSEB രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ KSEB സൈറ്റ് വഴിയായിരുന്നു ഇതുവരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കിരൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയ പോർട്ടൽ വന്നിട്ടുണ്ട്. അതുവഴിയാണ് രജിസ്ട്രേഷൻ വരേണ്ടത്. അതിലേക്കുള്ള മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 22,000-ഓളം കൺസ്യൂമേഴ്സ് ആണ് ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ മൈഗ്രേഷൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടെ ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ വീണ്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന കുറെ ഡെവലപ്പേഴ്സ് ഉണ്ട്. ആ ഡെവലപ്പേഴ്സ് ഇപ്പോ നേരത്തെ മധുലാൽ സാർ ഇവിടെ പറഞ്ഞിരുന്നു, ടാറ്റയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോ പിങ്കാസ്, അങ്ങനെ ഒട്ടനവധി 9ഓളം ആൾക്കാരാണ് ഇപ്പൊ നിലവിൽ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ളത്. ഇതിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് വിളിക്കും, അവരെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ ഇപ്പോഴത്തെ അവൈലബിലിറ്റി, അവർ ഓഫർ ചെയ്തിരിക്കുന്ന അവൈലബിൾ കോണ്ടന്റ് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അവരോടൊന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ അവര് വേണമെങ്കിൽ അവരെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഏരിയ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അവരും നിങ്ങളും തമ്മിലൊരു മ്യൂച്വൽ കൺസെന്റ് ആയ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡെവലപ്പറെ കിരണിൽ സെലക്ട് ചെയ്ത് 1,190 രൂപ അടയ്ക്കുക. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് KSEBക്ക് തരുന്നു. KSEBക്ക് തരുന്നതോടുകൂടി തന്നെ KSEB ഇവിടുന്ന് അത് ചെയ്യുന്നതിനുള്ള അപ്രൂവലും കൊടുക്കുന്നു. അതിനുശേഷം അത് അവർ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള മോഡലുകൾ നേരത്തെ ഇവിടെ മധുലാൽ സാർ പറഞ്ഞെന്ന് തോന്നുന്നു. സബ്സിഡിയുടെ വിവിധ മോഡലുകളുണ്ട്. ആ മോഡലുകളിൽ ഏതെങ്കിലും ഒന്ന് ആ ഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്.
ഒന്ന് മോഡൽ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ അടയ്ക്കേണ്ടത് ആ പെർസെൻറ്റേജ് KCBയിലേക്ക് അടച്ചാൽ മതിയാവും. അതല്ല മോഡൽ 2 ആണെങ്കിൽ നേരിട്ട് നിങ്ങൾ ഡെവലപ്പർക്ക് പണം കൊടുക്കണം. ഇങ്ങനെ 2 മോഡലുകളിലും 2 രീതിയിലാണ് പേയ്മെന്റ് നടത്തുന്നത്. അതൊക്കെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലുകളും KCBയുടെ ഓഫീസിൽ നിന്ന് വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം KCBയുടെ ഓഫീസിൽ നിന്ന് ഡെവലപ്പറുടെ ഓഫീസ്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡെവലപ്പറുടെ ഓഫീസിൽ നിന്നും അങ്ങ് അറ്റം നിങ്ങളെ എത്തിക്കുന്ന, അതായത് കണക്ട് ചെയ്ത് എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം വരുന്ന 5 വർഷത്തേക്ക് നിങ്ങളുടെ ഓൻ്റെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പൂർത്തിയാക്കി തരും. അപ്പൊ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് മാത്രമാണ് കൺസ്യൂമർ ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ട്. സാർ നമസ്കാരം, ഞാൻ ചന്ദ്രദാസ് ആണ് കൽപ്പറ്റയിൽ നിന്ന്. സാർ ഒരു സംശയം കൺസ്യൂമർക്ക് വേണ്ടിയിട്ടുള്ളത് ചോദിക്കട്ടെ? ചോദിച്ചു ചന്ദ്രദാസ്. സാറേ, കൺസ്യൂമർ ചോദിച്ചത്, അതായത് നമ്മളുടെ പകൽ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, അതായത് നമ്മുടെ ഇവിടെ ഒരു കൺസ്യൂമർ മോഡൽ 2-ലാണ്, ഫേസ് 1 മോഡൽ 2-ലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർ പൂർണ്ണമായും ആ സമയത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ പീക്ക് ടൈമിൽ ടൈംസ് ഓൺ സെക്കൻഡിൽ അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്? അതായത് അവരുടെ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിക്ക്. അതായത് മോഡൽ 2 എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു എന്താണ് വാങ്ങിക്കുന്നതാണ് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുള്ളത്. അതെ. നന്ദകുമാർ പറഞ്ഞു. ഹലോ, ഹലോ, അതാരാ വേറെ ആരും ചോദിക്കുന്നല്ലോ? ഒരു ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞോളൂ, നന്ദകുമാർ ഉത്തരം പറഞ്ഞോളൂ. അതിനുശേഷം ഇവിടെ നമ്മൾ ഇത് വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് മോഡൽ 2-ന്റെ. മോഡൽ 2-ന്റെ എന്താന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു പ്ലാന്റ് വെക്കുന്നു, KCB ആണ് പ്ലാന്റ് വെക്കുന്നത്. അങ്ങനെ KCB പ്ലാന്റ് വെക്കുമ്പോൾ അത് കൺസ്യൂമർ ആണ് റൂഫ് ടോപ്പ് തരുന്നത്. അതിന്റെ ഭാഗമായി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതി ഒരു നിശ്ചിത രൂപയ്ക്ക് അദ്ദേഹത്തിന് നമ്മൾ കൈമാറും. അതിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. 5 രൂപയാണെന്ന് കരുതുക. അവിടെ 1000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് 1000 യൂണിറ്റ് വൈദ്യുതിയും 5000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. സൗര എന്ന് പറയുന്ന സൗരയാണല്ലോ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗര ഇപ്പൊ അയാളുടെ കയ്യിലിരിക്കുന്ന 1000 യൂണിറ്റ് വൈദ്യുതിയാണ്. ആ 1000 യൂണിറ്റ് സോൺ 3 സോണുകൾ TOD കേസിലുള്ള കൺസ്യൂമർ ആണെങ്കിൽ 3 സോണുകൾ, TOD അല്ലെങ്കിൽ ഒറ്റ സോണേ ഉള്ളൂ. ആ 1000 യൂണിറ്റ് വൈദ്യുതിയും ഒരേപോലെ തന്നെ സോണിൽ ഉപയോഗിച്ചു തീർക്കാം. അതല്ല TOD ആണെങ്കിൽ 3 സോണുകൾ വരുന്നു. ഒന്ന് നോർമൽ പീരീഡ്, രണ്ടാമത്തത് പീക്ക് പീരീഡ്, മൂന്നാമത്തത് ഓഫ് പീക്ക് പീരീഡ്. ഇതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമൽ പീരീഡിൽ ഉണ്ടല്ലോ 1000 യൂണിറ്റ് വൈദ്യുതി, 500 യൂണിറ്റ് വൈദ്യുതി നിങ്ങൾ ഉപയോഗിച്ചു എന്ന് കരുതുക. ആ 1000 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 500 ആദ്യത്തെ സോണിലേക്ക് കൊടുക്കും. പൂർണ്ണമായിട്ട് 100% അവിടെ കൊടുക്കും. അവിടെ തീർന്ന ശേഷം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സോൺ 2-ലേക്ക് ഉപയോഗിക്കാം. സോൺ 2 എന്ന് പറയുന്നത് പീക്ക് പീരീഡ് ആണ്. പീക്ക് പീരീഡിലേക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് 80% ആയിട്ടാണ് പോകുന്നത്. 400 യൂണിറ്റ് ആണ് പീക്കിൽ ഉപയോഗിച്ചതെന്ന് കരുതുക. ആ 400 യൂണിറ്റ് വേണമെങ്കിൽ 500 യൂണിറ്റ് അവർ പകൽ ഉൽപ്പാദിപ്പിക്കണം. ആ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇൻറ്റു 0.8 വെച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതായത് 500 യൂണിറ്റ് വൈദ്യുതി അയാൾ വാങ്ങിയത് 2500 രൂപയ്ക്കായിരിക്കും, 5 രൂപ വെച്ചിട്ട്. ആ 2500 രൂപയുടെ വൈദ്യുതി അയാൾ പീക്കിലേക്ക് എടുക്കുമ്പോൾ അത് 400 യൂണിറ്റ് വൈദ്യുതിയായിട്ട് കുറയും. ഇനി അത് ഓഫ് പീക്കിലേക്ക് പോകുമ്പോൾ അത് 120% ആവുകയും ചെയ്യും. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ സാർ, ക്ലിയർ ആയി. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. ഹലോ, കോഴിക്കോട് ഒരു 10 kW നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഗ്രിഡ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. HT കണക്ഷൻ ആയതുകൊണ്ട് 7,500 മീറ്ററും CTPT മാറ്റണം എന്നാണ് പറഞ്ഞത്. അത് കോർപ്പറേഷനിലാണ്. ബോസ് സാറിന് അറിയായിരിക്കും. 10 കിലോവാട്ട് ആണല്ലേ? ഞാൻ പറയാം സാർ. ശരി, അയ്യൂബുണ്ട്. അത് അതിന്റെ ആ CT കിട്ടാത്തതുകൊണ്ടാണ് ആ ഡെവലപ്പർക്ക്. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. CTയുടെ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് CT, അതായത് അവര് ഒരു വെണ്ടറുടെ അടുത്ത് നിന്ന് മേടിക്കുന്നതാണ് അത് CT. അപ്പൊ ആ വെണ്ടർ പിന്നെ അവർക്ക് ഇപ്പം CT എന്ന് പറഞ്ഞ CT മീറ്ററും കൂടി ഒന്നിച്ചാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവർക്ക് ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കത് കമ്മീഷൻ ചെയ്യാൻ പറ്റും. ഈ CTPT മാറ്റുന്നതിന് പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരുമോ സാറേ? അടയ്ക്കണോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു.
ഇനി ആർക്കേലും ചോദ്യം ചോദിക്കാനുണ്ടോ? നമ്മുടെ സമയം ഏകദേശം പൂർത്തിയായി. ആർക്കേലും ഒരു ചോദ്യം കൂടെയൊക്കെ ചോദിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടോ? എന്റെ പേര് വിഷ്ണു എന്നാണ്. ഹലോ, പറയൂ. ആലപ്പുഴയാണ്. സാർ, ഈ ഇ-കിരൺ പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഈ സബ്സിഡി സ്കീമിന്റെ രജിസ്ട്രേഷൻ എപ്പോഴത്തേക്ക് ഓപ്പൺ ആകുമെന്ന് വല്ലതും അറിയാവോ? ടൈം ഫ്രെയിം. സാർ ദീപ മാഡം അത് പറയുന്നത് നല്ലതായിരിക്കും. അത് സബ്സിഡി സ്കീമിലേക്ക് ഇ-കിരൺ വഴിയുള്ള രജിസ്ട്രേഷൻ 4 മുതൽ മുകളിലേക്കുള്ള ശേഷിയുള്ള നിലയങ്ങൾക്ക് ഉദ്ദേശം 1 മാസ കാലയളവിനുള്ളിൽ തന്നെ നമ്മൾ പുനരാരംഭിക്കുന്നതാണ്. എന്നാൽ 2-3 കിലോവാട്ട് നിലയങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര ഡെവലപ്പർമാരെ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുതിയ ടെൻഡറിലൂടെ കണ്ടെത്തി വരുന്നത് വരെ നമുക്ക് ആ രജിസ്ട്രേഷൻ ഓപ്പൺ ആവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഉദ്ദേശം ഒരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 3 മാസ കാലയളവിനുള്ളിൽ കൂടുതൽ ഡെവലപ്പർമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2-3 കിലോവാട്ട് നിലയങ്ങളുടെ രജിസ്ട്രേഷൻ ആ സമയത്ത് പുനരാരംഭിക്കുകയും ചെയ്യും. അപ്പൊ 4 മുതൽ മുകളിലേക്കുള്ളത് ഓഗസ്റ്റ് മാസം തന്നെ പുനരാരംഭിക്കുന്നതാണ്. എന്നാൽ 2-3 കിലോവാട്ട് നിലയങ്ങൾക്ക് ഉള്ള രജിസ്ട്രേഷൻ അല്പം കൂടി വൈകുന്നതാണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് നന്നായിരുന്നു. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ശ്രീമതി സജിത കുമാരി, ഡെപ്യൂട്ടി സി. സജിത കുമാരി ഇല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാവരുടെ സംശയം എല്ലാം മതിലാൽ ആദ്യമേ തന്നെ നമ്മുടെ സോളാർ ടീമിനെ കുറിച്ചും സൗര ടീമിനെ കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ഓരോരുത്തരുടെയും സംശയങ്ങളും വളരെ ആധികാരികമായി തന്നെ നന്ദനും ദീപയും മതിലാലും അയ്യൂബും ആൻസർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മൾ ഈ എല്ലാവരും ചോദിച്ചത് 2-3 കിലോവാട്ടിന്റെ ടെൻഡറും, അതായത് കേരളത്തിനകത്തുള്ള MSME-ക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തടസ്സവും ഇല്ല. അവരെ എല്ലാവരും തന്നെ നമ്മൾ മീറ്റിംഗിൽ വിളിക്കുകയും കേരളത്തിനകത്തുള്ള MSME-ക്കാരെ വളരെ നമ്മൾ മീറ്റിംഗ് വിളിക്കുകയും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരും കൂടെ ഇതിനകത്ത് അടുത്ത ടെൻഡറിലെ ഭാഗമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ കോവിഡ് മുഖാന്തരവും നമുക്ക് ഈ നിലവിലുള്ള പ്രോജക്റ്റുകൾ phase 1 ആയാലും phase 2 സബ്സിഡി പ്രോഗ്രാമിനും നമുക്കൊരു കാലതാമസം വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഗ്ലോബലി തന്നെ എഫക്ട് ചെയ്ത പ്രശ്നമായതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ ഒരു വിധം പരിഹരിച്ച്, കാരണം നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് മോഡ്യൂൾ കൊണ്ടുവരുന്നതിനും മെറ്റീരിയൽ കൊണ്ടുവരുന്നതിനും ഒരു കാലതാമസം ഉള്ളത് കൊണ്ടാണ് ഈ ഡിലേ എല്ലാം വന്നത്. എല്ലാ കൺസ്യൂമേഴ്സും വിളിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ വിളിച്ചിട്ട് ഇത് എപ്പോഴത്തേക്ക് കിട്ടുമെന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഇൻസ്റ്റലേഷൻ നടത്തി ഗ്രിഡ് കണക്ടിവിറ്റി കൊടുക്കുന്നതിനുള്ള സംരംഭമായിട്ട് തന്നെ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ ആലോചനയും നടത്തി ഇത് വളരെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റും എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. കുമാരൻ സാർ ഉണ്ടോ? സാറ് കുമാരൻ സാറ് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. സാറ് ഇപ്പോ കുമാരൻ സാർ ഉണ്ടോ? സാറില്ലാന്ന് തോന്നുന്നു. അശോകൻ സാറ് എന്തെങ്കിലും? ലീവ് ചെയ്തിട്ടുണ്ടോ കെ അശോകൻ സാറല്ലേ? ഇനി സൗര ടീമിന് തരാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ, അതായത് ഈ ഫീക്ക് ഉപഭോക്താക്കളുമായിട്ടൊക്കെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണല്ലോ. ഞങ്ങൾ ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ എന്തൊരു സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ തുടങ്ങിയ സജഷനുകൾ കിട്ടിയാൽ ഞങ്ങൾക്ക് പ്രയോജനകരമായി. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്? അശോകൻ സാർ ഒന്ന് സംസാരിക്കാമോ? കെ അശോകൻ സാർ.
സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഏ മൈക്ക് മ്യൂട്ടാണ് സാറിന്റെ. ഇല്ല, അശോകൻ സാറ് സാറുണ്ടല്ലോ, സാറിനെ കാണുന്നുണ്ട്. സാറ് ഫോൺ ചെയ്യുന്നത് കാണുന്നുണ്ട്. അശോകൻ സാറ് കേൾക്കുന്നില്ല. അല്ല, എന്തായാലും ഈ ചോദ്യങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങൾ കഴിയാവുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇത് ഈ ഫീഡ്ബാക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ കൊണ്ടുപോകുന്നത്. ഒറ്റ മിനിറ്റ്. ഏത് കാട്ടില്ല? സ്റ്റുഡൻസിന് ടെക്നിക്കൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് മറുപടി പറയാൻ അയ്യൂബ്. ബോസാറും ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. എന്തോ ചെയ്തപ്പോൾ ലെഫ്റ്റ് ആയി പോയത്. ഇതൊന്ന് ബോസാർ തിരിച്ചു വന്നു. ഞാൻ അശോകൻ സാർ ഒന്ന് വിളിച്ചാണ്. അശോകൻ സാറിന് അശോകൻ സാറിന് എന്തോ ഒരു കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. സാറിന് പിന്നെ ഇതിലേക്ക് കയറാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ക്ലോസ് ചെയ്യാം എന്ന് തോന്നുന്നു. ടെക്നിക്കൽ കാര്യങ്ങൾ ഏതെങ്കിലും സ്റ്റുഡൻസിന് സംശയം ഉണ്ടെങ്കിൽ അയ്യൂബ് ഉണ്ട്, അയ്യൂബ് ആൻസർ ചെയ്യും. ടെക്നിക്കൽ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു 1-2 ചോദ്യങ്ങൾ കൂടി വേണമെങ്കിൽ, അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സാർ, ഒരു സലീം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാവുന്നതാണ്. അയ്യൂബ് അയാളുടെ കൈയൊക്കെയാണ്. സലീമാണ്. ഞാൻ എനിക്ക് ചോദിക്കൊന്നുമില്ല. സലീം ഇബ്രാഹിം നമ്മുടെ സലീമാണ്. സലീം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അശോക് സാർ വന്നിട്ടുണ്ട്. ശരിയായി. അതില് വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ സാറേ, സാറില്ലായിരുന്നു. അതായത് ഞങ്ങൾ പ്രസന്റേഷൻ നടത്തി വന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിയാവുന്ന നിലയിൽ ആൻസർ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. സാറേ, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ ഈ പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യുന്നതിന് കൺസ്യൂമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഫീക്കിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷനുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും. അതിലിപ്പോ നമ്മള് ഈ 2 വർഷത്തിലധികമായി നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സൗര എന്നുള്ള ഇത് പരിപാടി. പക്ഷെ അതിന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പം ഈ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ പ്രകാരം 2022 ആകുമ്പോഴേക്കും നമുക്കൊരു 1500 മെഗാവാട്ട് ആയിട്ടെങ്കിലും നമ്മുടെ സോളാർ കപ്പാസിറ്റി ഇവിടുത്തെ ഉയർത്തണം. അതിനിപ്പോ നമുക്ക് ആകെ 300 ഉള്ളൂ. ഇനി ഒരു 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ ആ കപ്പാസിറ്റി എത്തിക്കണമെങ്കിൽ. അതിനെന്താണ് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ 3 വർഷം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ അത് ഈ 1500 മെഗാവാട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മളെ റൂഫ് ടോപ്പ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള തടസ്സങ്ങളാണ്. ലോകത്താകമാനം വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ കേരളത്തിലെ ഈ രജിസ്ട്രേഷൻ 2,78,000 ഉണ്ടെങ്കിലും 43,000 ആളുകളെയാണ് നിങ്ങൾ ഫീസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ളതും, അത് കൂടുതൽ ഫീസിബിൾ ആക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ജനങ്ങൾക്ക് ഒരുപാട് ഇപ്പം 2,78,000 ആളുകൾ രജിസ്റ്റർ ചെയ്തൊരു സമയത്ത് നമ്മൾ കോഴിക്കോട് ഫീക്കിന്റെ നേതൃത്വത്തിലൊരു മുഖാമുഖം പരിപാടി 1 വർഷത്തിന് മുമ്പേ 2020 മാർച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ KSEBയിൽ
വേണ്ടത്ര രീതിയിൽ സംതൃപ്തരല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട്. കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ ഇനിയും 4 മാസം കഴിയണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാവണമെങ്കിൽ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുറേയും കൂടി ഒരു സുതാര്യമായിട്ട് ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സെക്ഷൻ ഓഫീസുകളിലുള്ള ആളുകൾ ആ രീതിയിൽ ഒന്നും കൂടി എക്വിപ്പ് ചെയ്യണം. ഇപ്പം സെക്ഷൻ ഓഫീസിൽ നമ്മൾ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെ അവർ ആ രീതിയിൽ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി സുതാര്യമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ. പല ആളുകളും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം അന്ന് നമ്മൾ ആ ഒരു മുഖാമുഖം നടത്തിയതിന്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സ് ആണെങ്കിലും ഈവൻ KSEBയിലെ ഈ പറഞ്ഞ കോർഡിനേറ്റേഴ്സോ അതായിട്ട് ബന്ധപ്പെട്ട എമാരും ഒക്കെ തന്നെ പല ആളുകളും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു KSEBയുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ താഴോട്ട് ഇത്തരത്തിലുള്ള പോളിസി ഡിസിഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളും താഴോട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ജനപ്രതിനിധികളിലും ഒക്കെ തന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പിന്നൊന്നുള്ളത് ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്. ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ പോലും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഈ സോളാർ ഇൻസ്റ്റലേഷൻ നടത്താൻ സാധിച്ചിട്ടില്ല. അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് 2022 1500 മെഗാവാട്ട് എന്നുള്ള ആ ഒരു ശേഷിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കറണ്ട് കിട്ടാതെ തന്നെ പണം കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പം മിനിസ്ട്രി ഓഫ് പവറിന്റെ റെഗുലേഷൻ പ്രകാരമാണ് 21%. അതിൽ 10% സോളാറാണ്. ആ 10% സോളാറിന്റെ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ വേണ്ടിയിട്ടാണ് 1500 മെഗാവാട്ട് എത്തിക്കേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷന്റെ നിബന്ധനയാണെങ്കിൽ 6.75% ആണെങ്കിൽ 1000 മെഗാവാട്ട് എത്തിച്ചാൽ മതി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ സംസ്ഥാനങ്ങൾക്ക് ഉള്ള എല്ലാ അധികാരങ്ങളും വെടിക്കവർന്നുകൊണ്ട് വെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ അധികാരം ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 1500ലേക്ക് തന്നെ എത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് പരിശോധിക്കണം. വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഇപ്പം ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. KSEBയുടെ ടോപ്പ് ഒഫീഷ്യൽസ്, ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തതും ഇതിലും ഫീക്കിന് വളരെയധികം നന്ദിയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശനം വേറെ ഉണ്ടെങ്കിലും ഞാൻ ഫീക്കിന് വേണ്ടി ഞാൻ അത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ ബോസ് സാർ, ഞാനൊന്ന് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ബോസ് സാർ. ശരി, അശോക് സാറിന് നല്ല നിർദ്ദേശങ്ങളാണ് വന്നത്. അതിൽ RPO മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 300 ആയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഈ പ്രസന്റേഷനിൽ പറഞ്ഞ ഒരു 200 മെഗാവാട്ടിന്റെ പവർ ടാറ്റയിൽ നിന്നും NTPCയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിങ് കായംകുളത്ത് 92 മെഗാവാട്ടിന്റെ ഒരു നല്ല രീതിയിലാണ് മുന്നേറുന്നത്. ഈ കോവിഡ് മാന ചില പ്രശ്നങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനോട് അത് കമ്മീഷൻ ചെയ്ത് പോകുമായിരുന്നു. കൊല്ലത്തെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ടിന്റെ ഫ്ലോട്ടിംഗ് സോളാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഡാമുകളിൽ അടക്കമുള്ള റിസർവോയറുകളുടെ സാധ്യത പ്രയോജനപ്പെടുത്താനായിട്ടുള്ള പഠനങ്ങൾ സിക്കിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. സോളാർ പാർക്ക് അമ്പലത്തറയിൽ ഒരു 5 മെഗാവാട്ടും കൂടെ വരുന്നുണ്ട്. ചീമേനിയിൽ ഒരു 100 മെഗാവാട്ടിന്റെ ലാൻഡ് നമുക്ക് കിട്ടിയാൽ അത് ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ആ നിലയിൽ ചെയ്യാന്ന് വരുന്നു. പിന്നെ ഇപ്പോ ഇന്നലെയൊക്കെ പത്രങ്ങളിൽ PM കുസുമുമായിട്ട് ബന്ധപ്പെട്ട് തരിശുനിലങ്ങളിൽ സോളാർ പ്ലാന്റുകൾ വെക്കാനായിട്ടുള്ള ഒരു നല്ല സാധ്യത നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നു. ഇതോടൊപ്പം ഈ ഫേസ് വൺ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ 43,000 പേർക്ക് എത്തിയില്ല എന്നുള്ളത് കാര്യം സാറ് പറഞ്ഞ മറ്റൊരു കാര്യം. അതിൽ 2,72,000 പേര് അപേക്ഷ നൽകുകയും ഏറ്റവും യോജ്യമായ 43,000 പുരപ്പടങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് 200 മെഗാവാട്ടിന്റെ ടെൻഡർ തയ്യാറാക്കിയത്. ആ ടെൻഡർ തയ്യാറാക്കിയപ്പോൾ അന്ന് ഫിനാൻസ് സെക്രട്ടറി വെച്ച ഒരു നിർദ്ദേശം, അങ്ങനെ 200 മെഗാവാട്ടും നമ്മൾ EPCയിൽ ചെയ്യേണ്ട, റെസ്കോ മോഡൽ ചെയ്താൽ മതി. റെസ്കോ മോഡൽ കാരണം ഇപ്പോൾ ധാരാളം ഡെവലപ്പേഴ്സ് പ്ലാന്റ് അവരുടെ ചെലവിൽ വെച്ച് പവർ നമുക്ക് തരാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ 150 മെഗാവാട്ട് റെസ്കോ മോഡലിലാണ് ചെയ്തത്. ഞാൻ ആദ്യം പ്രസന്റേഷൻ കാണിച്ചിരുന്നു. പക്ഷെ റെസ്കോയിലേക്ക് ആരും റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ഇങ്ങനെ സ്കാറ്റർ ചെയ്തെന്ന പുറപ്പെടുങ്ങളിൽ 25 വർഷത്തേക്ക് പ്ലാന്റ് വെക്കാനായിട്ടുള്ള ആൾക്കാർ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. 250 മെഗാവാട്ട് മാത്രമാണ് 43,000 പുരയിടങ്ങളിൽ സ്ഥാപിക്കുന്നതിനകത്ത് 50 മെഗാവാട്ട് മാത്രമാണ് ടെൻഡർ ചെയ്യാനെന്ന അനുമതി തന്നത്. ആ 50-ൽ തന്നെ KSEB മുടക്കുന്നത് 28 മെഗാവാട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി 22 മെഗാവാട്ട് കൺസ്യൂമേഴ്സ് പണമടക്കുന്നത് എന്നുള്ള നിലയിലാണ് വന്നത്. ഇപ്പൊ അതിൽ 23 മെഗാവാട്ടിലേക്ക് 23 മെഗാവാട്ടിലേക്ക് നമ്മൾ വർക്കൗട്ട് നൽകിക്കഴിഞ്ഞു. ബാക്കിയും അത് കൊടുക്കണം. അപ്പൊ ആ 28 എന്നുള്ളത് ഈ ഡെവലപ്പേഴ്സ് കോട്ട് ചെയ്ത 46 മെഗാവാട്ടിലേക്ക് അനുവദിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് നമ്മളിപ്പോൾ പുതിയ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും അന്നത്തെ പവർ സെക്രട്ടറി ആയിട്ടുള്ള അശോക് സാറിനോടൊക്കെ അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി പ്രോഗ്രാം നേരത്തെ എസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു അറ്റൻഷൻ അതിൻ്റെ സൗര ടീം കൊടുക്കുന്നുണ്ട്. അത് പുതിയ ഡെവലപ്പേഴ്സും കൂടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കൺസ്യൂമേഴ്സിന് ഉണ്ടായിട്ടുള്ള ആ നിരാശയും ഉത്കണ്ഠയൊക്കെ മാറ്റിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇവിടെ RPO മീറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും അതുപോലെ നമ്മളുടെ റൂഫ് ടോപ്പിൽ ഈ ഫേസ് 1ഉം ഫേസ് 2 മുന്നോട്ട് കൊണ്ടുവന്നത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷനും കൂടി ഇപ്പോൾ മതിലാൽ ഇവിടെ പറയുണ്ടായി. അശോക് സാറ് നമുക്ക് ഇനിയും ക്ലോസ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, സമയം അതിക്രമിച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്യാം. MDIT-ന്റെ ഭാഗത്തുനിന്ന് അശോകൻ സാറ് ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. MDIT-ന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഓഡിബിൾ ആണ്. മധുലാൽ സർ, ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ KCB സൗര പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് തുടക്കം തൊട്ടിട്ട് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് തൊട്ടിട്ട് അതിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് വരെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിന് ഈ ഒരു ഫിക്കുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഫിക്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അതും KCBയുടെ ഹെഡ് സെക്ഷനിലുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും പങ്കെടുത്ത ഈ ഒരു മീറ്റിംഗ് വളരെ ഉപകാരപ്രദമായിരുന്നു. വളരെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും തന്നിട്ടുണ്ട്. അപ്പം ഫിക്കിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ MDIT ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടും സാറിന് പ്രത്യേകം നന്ദി പറയാണ്. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. നല്ല പരിപാടിയായിരുന്നു. ഇതിൽ നല്ലൊരു പ്രസന്റേഷനും ചർച്ചകളും എല്ലാം നടക്കുകയുണ്ടായി. ഇതിൻ്റെ ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഫീക്ക് ടെക്നിക്കൽ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണനെ ക്ഷണിക്കും. ഹലോ, കേൾക്കുന്നില്ല സാർ അല്ലേ? KCB സൗര പ്രോജക്റ്റ് സംബന്ധിച്ച് ഇന്ന് മധുലാൽ സാർ ഇവിടെ വളരെ വിശദമായിട്ടും വളരെ ലളിതമായിട്ടും ഇവിടെ അവതരിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സാറ് വിശദീകരിച്ചത്. സാറിന് പീക്കിൻ്റെ പേരിലും MDIT-ന്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ ലളിതമായ രീതി ഉത്തരം നൽകുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത സൗര പ്രോജക്റ്റിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും പീക്കിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ KSEB ഡയറക്ടർ കുമാരൻ സാർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. കുമാരൻ സാറിന് പീക്കിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. കുമാരൻ സാറിൻ്റെ ഓഫീസിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിൽ ഞങ്ങളോട് സഹകരിച്ച MDIT അധികൃതർക്ക് പ്രത്യേകിച്ച് ജെസി മാഡത്തിന് പീക്കിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി വൈൻഡപ്പ് ചെയ്യരുത്. ഇതോടെ നമ്മുടെ വെബിനാർ ഇന്ന് ഇവിടെ അവസാനിക്കുക. നമസ്കാരം.